ഹായ് ഓൾ. നമ്മുടെ ബോർഡ് എക്സാം ഇങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ റിവിഷനും സ്റ്റഡീസ് ഒക്കെ ഏറ്റവും ഭംഗിയായിട്ട് പോകുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ബയോളജിയിലെ സുവോളജി ചാപ്റ്റേഴ്സ് അതിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, റിവൈസ് സ്മാർട്ട് ആൻഡ് റാക്കപ്പ് പോയിന്റ്സ്. റെഡിയാണോ? യെസ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് ഇതൊക്കെയാണ്. വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ്, സുവോളജിയിലെ ചാപ്റ്റേഴ്സ് ആണ്. നോക്കുക, ഹ്യൂമൻ റീപ്രൊഡക്ഷന്റെ സ്കോർ വെയിറ്റേജ് കണ്ടോ? 3 സ്കോർ. ഓക്കെ, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലെ സ്കോർ വെയിറ്റേജും 3 തന്നെയാണ്. വീണ്ടും അടുത്ത ഒരു പ്രധാനപ്പെട്ട ചാപ്റ്റർ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ്. നോക്കിക്കേ, അതിലും കൂടുതൽ വെയിറ്റേജ് സ്കോർ വെയിറ്റ് വരുന്നുണ്ട്. 4 ആണ് വരിക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് എവല്യൂഷനിലെ സ്കോർ വെയിറ്റ് നോക്കിക്കേ 4 ആണ്. ഓക്കെ, ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ബയോഡൈവേഴ്സിറ്റി എക്കോളജി ചാപ്റ്റർ ആണ്. ബയോഡൈവേഴ്സിറ്റിയുടെയും സ്കോർ വെയിറ്റ് 3 ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. വളരെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കാണാം ചില ചാപ്റ്ററുകളിൽ നിന്നും, ഓരോ ചാപ്റ്ററിൽ നിന്നും ചില ഏരിയാസിൽ നിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നതായിട്ട് കാണാം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ നമ്മളൊരു കാരണവശാലും തെറ്റിക്കാൻ പാടില്ല. ഓക്കെ, റെഡിയാണോ? റിവിഷൻ ഏറ്റവും ഭംഗിയായിട്ട് പോകുന്നു അല്ലേ? യെസ്. അപ്പൊ നിങ്ങൾ റെഡി അല്ലേ? യെസ്, നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് അല്ലെ. അവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ കുറേയേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലെ. ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇല്ലേ, അങ്ങനെ കുറേയേറെ കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സ്റ്റേജസ്, അങ്ങനെ പല കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ട്. പക്ഷെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുമ്പം സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഈ ഒരു ഡയഗ്രാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ഏരിയ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കണം. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഏറ്റവും മേജർ ആയിരിക്കുന്ന ഓർഗൻ ഏതാ? അത് ടെസ്റ്റിസ് ആണ് അല്ലെ. ടെസ്റ്റിസ് ആണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഏറ്റവും മേജർ ആയിരിക്കുന്ന ഓർഗൻ. ടെസ്റ്റിസിനുള്ളിൽ നമുക്ക് 250 കമ്പാർട്ട്മെന്റ്സ് കാണാം അല്ലെ. ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. ഈ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസിൽ ഓരോന്നിലും 1 to 3 സെമിനിഫെറസ് ട്യൂബ്യൂൾസ് ഉണ്ട് അല്ലെ. സെമിനിഫെറസ് ട്യൂബ്യൂൾസ് അല്ലെ. ഈ സെമിനിഫെറസ് ട്യൂബ്യൂൾസ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന മെയിൽ ഡക്റ്റ് സിസ്റ്റം ആണ്. അത് ഓർത്ത് വെക്കണം. മെയിൽ ഡക്റ്റ് സിസ്റ്റം അല്ലെ. ഏതൊക്കെയാ വരുന്നത് അറിയോ? മെയിൽ ഡക്റ്റ് സിസ്റ്റം സെമിനിഫെറസ് ട്യൂബ്യൂൾസിൽ നിന്നുള്ള ഓപ്പണിങ് എങ്ങോട്ടേക്കാണ്? റെക്റ്റ ടെസ്റ്റിസ് വഴി എങ്ങോട്ടേക്കാണെന്നറിയോ? വാസ എഫറൻഷ്യ. Then from vasa efferentia to epididymis ഓർത്ത് വെക്കണേ. Then vas deferens. നിങ്ങൾക്ക് പിക്ചറിൽ കാണാം, ഡയഗ്രത്തിൽ കാണാം കേട്ടോ. ഈ പാർട്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഡക്ട്. ഓക്കെ, മെയിൽ സെക്സ് ഡക്ട് എന്നൊക്കെ പറയുന്ന ഈ 4 ഓർത്ത് വെക്കുക. റെക്റ്റ ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡിഡൈമിസ്, വാസ് ഡെഫറൻസ് കേട്ടോ. അപ്പൊ അതില് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു റീജിയൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഡയഗ്രാം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാൻ കാരണമുണ്ട്. നമുക്ക് നോക്കാം. ഇനി ഇതിനകത്ത് നിങ്ങൾ നോക്കേണ്ട, ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന സെമിനൽ വെസിക്കിൾസ് ഉണ്ട് അല്ലെ. സെമിനൽ വെസിക്കിൾസ് ഉണ്ട്, പോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഉണ്ട്, പിന്നെ കാണാൻ പറ്റുന്ന ബൾബോ യൂറിത്രൽ ഗ്ലാൻഡും ഉണ്ട്. ഓക്കെ, മെയിൽ സെക്സ് ഗ്ലാൻസ് എന്ന് പറയുന്നത്, ആക്സസറി ഗ്ലാൻസ് എന്ന് പറയുന്നത് ഓർത്ത് വെച്ചേക്കണം. ആക്സസറി ഗ്ലാൻസ് ഏതൊക്കെയാ? പെയ്ഡ് സെമിനൽ വെസിക്കിൾസ്. ഓക്കെ, പിന്നെ ഉള്ളത് അൺപെയ്ഡ് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് ആണ്. പിന്നെ ഉള്ളത് പെയ്ഡ് ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്. ഓക്കെ, ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് കാണുന്നുണ്ടോ? യെസ്. അപ്പൊ അതാണ്
ആക്സസറി ഗ്ലാൻസ് ഓർത്ത് വെക്കുക, ഡക്റ്റുകൾ ഓർത്ത് വെക്കുക. ഇനി ഈ ഒരു ഡയഗ്രാം നമുക്ക് ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ ഒരു ഡയഗ്രാം ക്വസ്റ്റ്യന് വരുവാണെങ്കിൽ ഇതേ ലെവലിംഗ് തന്നെ ആയിരിക്കും അവിടെ നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള നമുക്ക് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ കാണാം. ഓക്കെ, അവിടെ ഇത്രയും കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ സ്പേമിന്റെ ട്രാൻസ്പോർട്ടേഷൻ പാത്വേ മനസ്സിലാക്കുക. എവിടെയാണ് സ്പേം ഫോം ചെയ്യുന്നത്? ടെസ്റ്റിനുള്ളിൽ നിന്ന് ഇതിലേക്കൂടെയാണ് പാസ് ചെയ്യുന്ന പാത്വേ. നോക്കുക, റെക്റ്റഡ് ടെസ്റ്റിസ് വഴി സെമിനിഫെറസ് ട്യൂബ്യൂൾസിനുള്ളിൽ നിന്ന് റെക്റ്റഡ് ടെസ്റ്റിസ് വഴി, വാസ് എഫറൻസ് വഴി, എപ്പിഡെർമിസ് വഴി, വാസ് ഡെഫറൻസ് വഴി എവിടെ എത്തും? യൂറിത്രയിലേക്ക് എത്തും. ഓക്കെ, യൂറിത്രയിലേക്ക് എത്തുമ്പോൾ അവിടെ ഇജാക്കുലേറ്ററി ഡക്റ്റ് ഉണ്ട്. ഇജാക്കുലേറ്ററി ഡക്റ്റിലേക്ക് നമ്മുടെ ഈ പറഞ്ഞ ഗ്ലാൻഡ്, ആക്സസറി ഗ്ലാൻഡുകളിൽ നിന്നുള്ള സെക്രീഷനൂടെ ചേർന്നിട്ടാണ് സെമനായിട്ടാണ് യൂറിത്ര വഴി പുറത്തേക്ക് വരാം. ഓക്കെ, പുറത്തേക്കുള്ള ഓപ്പണിംഗ് യൂറിത്രൽ മീറ്റസ് എന്ന് പറയും. യൂറിത്രൽ മീറ്റസ്. ഓക്കെ, അത്തരം കാര്യങ്ങൾ ഇവിടെ ഓർത്ത് വെക്കുക. നമുക്ക് നോക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയാൻ കാരണമുണ്ട്. നോക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഇത് ചോദിക്കുന്നുണ്ട്. പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നമുക്ക് ഈ ഒരു ഡയഗ്രാം കാണാം. ഡയഗ്രാമായിട്ട് ബന്ധപ്പെട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ABCD ഇട്ട് തന്നിട്ടുണ്ട്. അവിടെ എ എന്താ? നോക്കിയേ, നമ്മളിപ്പോ കണ്ടതാ എ വാസ് ഡെഫറൻസ് ആണ് അല്ലെ? വാസ് ഡെഫറൻസ് ആണ്, തെറ്റിപ്പോരുത്. ബി എന്താണ്? ബി യുറീത്ര ആണ് കേട്ടോ, യുറീത്ര. സി എന്താന്ന് നോക്കിയേ, സിയിൽ എന്താ കൊടുത്തേക്കുന്നത്? എപ്പിഡിഡൈമിസ് ആണ്, എപ്പിഡിഡൈമിസ്. ഓക്കെ, ഇവിടെ ഓർത്തോണം, ഇതിന്റെ ലേബലിംഗ് കൃത്യമായിട്ട് ഓർത്തോണം. ഏറ്റവും മേളിൽ ഇവിടെ ഉള്ളതാണ് എപ്പിഡിഡൈമിസ് എന്ന് പറയാ. ഇതെന്താണ്? വാസ എഫറൻസി ആണ്. ഈ ടെസ്റ്റിസിനോട് ചേർന്നിരിക്കുന്ന ഡി എന്ന് വെച്ചാൽ റെക്റ്റഡ് ടെസ്റ്റിസ് ആണ് കേട്ടോ, റെക്റ്റഡ് ടെസ്റ്റിസ്. കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഈ ഒരു ഏരിയ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, യെസ്. ഇനി നമ്മൾ നോക്കുന്നു, വീണ്ടും അതേപോലത്തെ ക്വസ്റ്റ്യൻ നമുക്ക് മറ്റു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെ ആ ഏരിയ തന്നെ ഉള്ളത്. നോക്കിയേ, ഐഡന്റിഫൈ ദ പാർട്സ് ലേബിൾഡ് ABC. ഇവിടെ എ എന്ന് കൊടുത്തേക്കുന്ന ഏതാണ്? സെമിനൽ വെസിക്കിൾ ആയിരുന്നു അല്ലെ? എ എന്ന് പറയുന്ന ആക്സസറി ഗ്ലാൻഡ് ആയിരിക്കും, സെമിനൽ വെസിക്കിൾ ആണ്. ബി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തേക്കുന്ന ഏതാണ്? പോസ്റ്ററേറ്റ് ഗ്ലാൻഡ് ആണ്. സി ടെസ്റ്റിസ് ആണ്. ഡി എപ്പിഡിഡൈമിസ് ആണ്. കണ്ടോ, ഈ ഏരിയ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ അവിടെ ചോദിച്ചേക്കുന്നു, നെയിം ദ പാർട്ട് വിച്ച് ഈസ് കട്ട് ഓർ ടൈഡ് അപ്പ് ഡ്യൂറിംഗ് മെയിൽ സ്റ്റെറിലൈസേഷൻ. ഈ ചാപ്റ്ററിലെ ചോദ്യമല്ല, തൊട്ടപ്പുറത്തെ ചാപ്റ്ററിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലെ ഒരു ഏരിയ ആണ് ഈ പറഞ്ഞ സ്റ്റെറിലൈസേഷൻ അല്ലെ സർജിക്കൽ മെത്തേഡ് ഇൻ മെയിൽസ്. അവിടെ കട്ട് ആൻഡ് ടൈ ചെയ്യുന്ന പാർട്ട് ഏതാ? അത് നമ്മുടെ വാസ് ഡെഫറൻസ് ആണ് കേട്ടോ, വാസ് ഡെഫറൻസ്. ഓർത്ത് വെക്കുക, ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടും ചോദ്യങ്ങൾ വരാം. ഓക്കെ, ഇനിയും മെൻഷൻ ദ സർജിക്കൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ. മെയിലിലും ഫീമെയിലും ഉള്ള കോൺട്രാസെപ്റ്റീവ് സർജിക്കൽ മെത്തേഡ്, ഇതും റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓർത്ത് വെച്ചേക്കണം. ഏതൊക്കെയാ? മെയിലിൽ വാസെക്ടമി ആണ്, ഫീമെയിലിൽ ട്യൂബെക്ടമി ആണ്. ഓക്കെ അല്ലേ? ഓർത്ത് വെക്കുക, ഈ ഏരിയ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയും നമ്മൾ അടുത്ത് അതേ ഏരിയ എന്ന് വന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഇവിടെയും നമുക്ക് എ എന്താണ്? വാസ് ഡെഫറൻസ് ആണ് അല്ലെ? എ വാസ് ഡെഫറൻസ് ആണ്. പിന്നെ ബി എന്താണ്? തെറ്റിക്കരുത്, എപ്പിഡിഡൈമിസ് ആണ്, എപ്പിഡിഡൈമിസ്. സി എന്താ? യുറീത്ര ആണ്. ഡി എന്താണ്? ടെസ്റ്റിസ് ആണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു ഏരിയ ആണ് നമ്മളിപ്പോ കണ്ടത്. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കുക ഈ ഒരു ഏരിയ. ഇതിന്റെ കൂടെ തന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം സ്ട്രക്ചർ ഒക്കെ ഒന്ന് മനസ്സിലാക്കി, ആ സ്ട്രക്ചർ ഡയഗ്രാം ലേബലിംഗ് മനസ്സിലാക്കി വെക്കുക. ഒത്തിരി ഡീപ്പായിട്ടൊന്നും ചോദിക്കത്തില്ല കേട്ടോ. റെഡി അല്ലേ? യെസ്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയ ആണ് മെൻസ്ട്രൽ സൈക്കിൾ. മെൻസ്ട്രൽ സൈക്കിളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഗ്രാഫ് പഠിച്ചു വെക്കണം. ഓക്കെ, ഹ്യൂമൻ ബീങ്സില്, മങ്കീസ്, ലേപ്സിലൊക്കെ ഉള്ള റീപ്രൊഡക്റ്റീവ് സൈക്കിൾ എന്ന് പറയും മെൻസ്ട്രൽ സൈക്കിൾ അല്ലെ? ശരിയല്ലേ? മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയും. ഈ മെൻസ്ട്രൽ സൈക്കിള് ഹ്യൂമൻ ബീങ്സിലെ നോർമലി എത്ര ദിവസം സൈക്കിളാ? 28 ഡേ സൈക്കിൾ ആണ് അല്ലെ? 28 ഡേ സൈക്കിൾ ആണ്. ഈ ഒരു 28 ഡേ സൈക്കിളിൽ നമുക്ക് പല ഫേസുകളാണ്. ആദ്യത്തെ ഒരു 5 ദിവസം അതിനെ നമ്മൾ മെൻസ്ട്രൽ ഫേസ് എന്ന് പറയും, മെൻസ്ട്രേഷൻ നടക്കുന്ന ഫേസ്. ഓക്കെ, അതായത് യുട്രിയൽ എൻഡോമെട്രിയൽ വാള് പീൽ ഓഫ് ചെയ്ത് ഒരു ഫ്ലൂയിഡ് ആയിട്ട് വിത്ത് മ്യൂക്കസ് ആൻഡ് ബ്ലഡ് ഇസ് മൂവിങ് ഔട്ട് ഓഫ് ദ ബോഡി ത്രൂ വജീന. ഇതാണ് മെൻസ്ട്രൽ ഫേസിൽ സംഭവിക്കുക. അതിന് ശേഷമുള്ള ഫേസ് നമ്മൾ പ്രൊലിഫറേറ്റീവ് ഫേസ് എന്ന് പറയും, അല്ലെങ്കിൽ പറയാം എന്താ നമ്മുടെ ഫോളിക്കുലാർ ഫേസ് എന്ന് പറയും. ഓക്കെ, നിങ്ങൾക്ക് പിക്ചർ കാണാം,
ഫോളിക്കുലാർ ഫേസ്. സെക്കൻഡ് ഫേസ് ആണ്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് മെൻസ്ട്രൽ ഫേസ് ആണ്. സെക്കൻഡ് ഫേസ് എന്ന് പറയാ ഫോളിക്കുലാർ ഫേസ് ആണ്. ഫോളിക്കുലാർ ഫേസിൽ ഈ എൻഡോമെട്രിയൽ വാളൊക്കെ എന്താണ് പതുക്കെ പോയ എൻഡോമെട്രിയൽ വാളൊക്കെ ഒന്ന് പതുക്കെ സെറ്റായി വരുന്നു. അതിന്റെ കൂടെ തന്നെ ഓവറിയിലെ പ്രൈമറി ഫോളിക്കിൾസ് ഡെവലപ്പ് ആകാൻ തുടങ്ങുന്ന പീരീഡ് ആണ് അല്ലെ ഫോളിക്കുലാർ ഫേസ്. അവിടെ പ്രൈമറി നിങ്ങൾക്ക് ഇവിടെ കാണാം കണ്ടോ, ഫോളിക്കിൾസ് പതുക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്ന കണ്ടോ, ഡെവലപ്പ് ചെയ്ത് പതുക്കെ മച്യൂർ ആയിട്ട് വരികയാണ്. മച്യൂർ ഫോളിക്കിൾ, ഗ്രാഫിയൻ ഫോളിക്കിൾ ഒക്കെ ആയിട്ട് മാറി മാറുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്ന ആ ഒരു ഫേസിനെ നമ്മൾ പറയും എന്താ ഫോളിക്കുലാർ ഫേസ്. ഫോളിക്കുലാർ ഫേസ് കഴിഞ്ഞ് മിഡിൽ ഓഫ് ദ മെൻസ്ട്രൽ സൈക്കിൾ. മിഡിൽ ഓഫ് ദ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ 28 ഡേ സൈക്കിളിന്റെ മിഡിൽ എന്തായിരിക്കും, ഏത് ഡേ ആയിരിക്കും? 28ന്റെ കൃത്യം പകുതി 14th ഡേ അല്ല. 14th ഡേയില് അവിടെ സംഭവിക്കുന്നത് ഓവുലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നു. ഓവുലേഷൻ. ഓക്കെ, ഈ ഓവുലേറ്ററി ഫേസ് എന്ന് അതിന് പറയാറുണ്ട്. ഓവുലേഷൻ നടക്കുന്ന സമയം. ഓക്കെ, ഈ ഓവുലേഷന് സഹായിക്കുന്നത് അല്ലെ ഈ പറഞ്ഞ ഈ മെൻസ്ട്രൽ സൈക്കിളിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ നമുക്ക് 2 സെറ്റ് ഓഫ് ഹോർമോൺസ് ആണുള്ളത്. ഒന്ന് ഒവേറിയൻ ഹോർമോൺസ്. ഓവറി തന്നെ റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. നിങ്ങൾക്കറിയാം അല്ലെ, ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. അതുപോലെ തന്നെയാണ് പിറ്റ്യൂട്ടറി ഹോർമോൺസും, LH-ഉം FSH-ഉം, ലുറ്റനൈസിങ് ഹോർമോണും ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും. ഓക്കെ, അപ്പൊ ഇവിടെ LH-ഉം FSH-ഉം പിറ്റ്യൂട്ടറി ഹോർമോൺസ് ആണ്. എന്താണ് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഒവേറിയൻ ഹോർമോൺസ് ആണ്. ഓക്കെ, ഇവിടെ ഈ പറഞ്ഞ ഹോർമോണുകളാണ് ഈ സൈക്ലിക് ആയിട്ടുള്ള ചേഞ്ചസിന് പല രീതിയിൽ അവർ എൻഹാൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരാണ് ഇതിന്റെ പിന്നിലുള്ളത്, ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഈ ഓവുലേഷൻ നടക്കാൻ കാരണമാകുന്നത് ഈ ഗ്രാഫിയൻ ഫോളിക്കുലാർ ഫേസിൽ ഇങ്ങനെ മച്ചുറായി ഗ്രാഫിയൻ ഫോളിക്കുലായിട്ടിരിക്കുന്നു. LH ഈ 14th ഡേയിൽ വളരെ പെട്ടെന്ന് കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. കണ്ടോ LH. ഈ LH ഇങ്ങനെ വളരെ പെട്ടെന്ന് കൂടിയ ആ LH-ന്റെ ഇൻക്രീസിന് നമ്മൾ LH സർജ് എന്ന് പറയും. എന്താ പറയാ? LH സർജ്. ഈ എഫക്റ്റിന് പറയും LH സർജ്. ഇങ്ങനെ LH സർജ് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? കണ്ടോ, നിങ്ങൾ കണ്ടോ ഈ ഒരു പ്രോസസ്സ് കണ്ടോ, ഈ മിഡിൽ ഡേയിൽ നടന്ന കണ്ടോ, ഗ്രാഫിയൻ ഫോളിക്കിള് റപ്ചർ ആകുന്നതായിട്ട് കാണാം. കണ്ടോ, ഗ്രാഫിയൻ ഫോളിക്കിൾ അങ്ങ് റപ്ചർ ആകുവാണ്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, LH സർജ് കാരണം. ഓക്കെ, LH സർജ് കാരണം ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടി, അതിൽ നിന്ന് റപ്ചർ ആയിട്ട് പുറത്തേക്ക് വന്ന ആരാ? ഓവം റിലീസ് ചെയ്തു. ഈ ഓവം റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയുക. ക്ലിയർ അല്ലേ? അങ്ങനെ ഓവുലേഷൻ നടക്കുന്നു. ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാം ഈസ്ട്രജൻ ലെവലും കൂടുതലാണ് കേട്ടോ, ഈസ്ട്രജൻ ലെവലും കൂടുതലാണ്. ഇനി അതിന് ശേഷം ഒരു ഫേസ് ഉണ്ട്. ആ ശേഷമുള്ള ഫേസിന് നമ്മൾ ലൂട്ടിയൽ ഫേസ് എന്ന് പറയും. ലൂട്ടിയൽ ഫേസ് അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട് സെക്രട്ടറി ഫേസ് എന്ന് പറയും. ലൂട്ടിയൽ ഫേസ് എന്ന് പറയാൻ കാരണം ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ടല്ലോ, ഓവം റപ്ചറായി വന്നു. ആ ഓവം റപ്ചർ ആയതിനു ശേഷം മിച്ചമുണ്ടായിരുന്ന പോർഷൻ, അതിനെ ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ മറ്റ് ഒരു പോർഷൻ, ബാക്കി ഇവിടെ നിങ്ങൾക്ക് കാണുന്ന പോർഷൻ അതെന്തായിട്ട് മാറി? അതിവിടെ കോർപ്പസ് ലൂട്ടിയം എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ ആയിട്ട് മാറി. കോർപ്പസ് ലൂട്ടിയം. ഈ കോർപ്പസ് ലൂട്ടിയം ഒരു ഹോർമോൺ റിലീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, സെക്രീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഹോർമോൺ പ്രൊജസ്ട്രോൺ ആണ്. പ്രൊജസ്ട്രോൺ റിലീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ടാണ് അതിനെ സെക്രട്ടറി ഫേസ് എന്നും പറയാം. ലൂട്ടിയൽ ഫേസ് എന്ന് പറയാൻ കാരണം കോർപ്പസ് ലൂട്ടിയം ഉണ്ടായതുകൊണ്ട് ഉണ്ടായ ആ ഒരു ഫേസ്, ലൂട്ടിയൽ ഫേസ് അല്ലെങ്കിൽ സെക്രട്ടറി ഫേസ്. അങ്ങനെ പ്രൊജസ്ട്രോൺ റിലീസ് ചെയ്തുകൊണ്ടിരുന്നാൽ, സെക്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ യൂട്രസിന്റെ ഇന്നർ വാള് റീജനറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇന്നർ വാള് പതുക്കെ റീജനറേറ്റ് ചെയ്ത് അവിടെ നല്ല കുഷൻ ഒക്കെ സെറ്റ് ചെയ്യുന്ന കണ്ടോ, ഇത്രയും പ്രൊലിഫറേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. പ്രൊലിഫറേഷൻ വഴി അവിടെ എന്താണ് എൻഡോമെട്രിയൽ വാള് തിക്കണാകാനായിട്ട് തുടങ്ങും. ഓക്കെ, ഇനിയും അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. ഓവർ റിലീസായി, പക്ഷെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ലെങ്കിൽ ഇൻ ദ ആബ്സെന്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ പിന്നെ ഈ ഇംപ്ലാന്റേഷൻ വല്ലതും നടക്കാൻ ചാൻസ് ഉണ്ടോ? സൈഗോട്ട് ഫോം ചെയ്യുന്നില്ല, ഇംപ്ലാന്റേഷൻ നടക്കത്തില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ഈ കുഷൻ പോലത്തെ സ്ട്രക്ചർ എൻഡോമെട്രിയൽ വാൾ ഇങ്ങനെ തിക്കണായിട്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അത് പീൽ ഓഫ് ചെയ്യാനായിട്ട് തുടങ്ങും. അത് പീൽ ഓഫ് ചെയ്യുന്നതാണ് വീണ്ടും അടുത്ത സൈക്കിളിന്റെ സ്റ്റാർട്ടിങ്. വീണ്ടും സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ. ഏതാ അടുത്ത ഫേസ്? ഏതാ? ഈ പറഞ്ഞ ലൂട്ടിയൽ ഫേസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സൈക്കിളാണ്. അടുത്ത സൈക്കിളിന്റെ മെൻസ്ട്രൽ ഫേസ് ആണ്. വീണ്ടും മെൻസ്ട്രൽ ഫേസിൽ പിന്നെ അത് കഴിഞ്ഞ് ഫോളിക്കുലാർ ഫേസ്, പിന്നെ ഓവുലേറ്ററി ഫേസ്, വീണ്ടും ലൂട്ടിയൽ ഫേസ്. ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഒരു സൈക്കിൾ നടക്കുന്ന സമയം 28 ഡേയ്സ് ആണ്. ക്ലിയർ ആണോ? ഇവിടെ നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കണം. ഇവിടുത്തെ പിറ്റ്യൂട്ടറി ഹോർമോൺസിന്റെ ആ ഗ്രാഫ് വളരെ പ്രധാനപ്പെട്ടതാണ്.
ഒവേറിയൻ ഹോർമോൺസിന്റെ ഗ്രാഫ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒവേറിയൻ ഹോർമോൺസിൽ ഇവിടെ മേളിൽ വന്നേക്കുന്ന ആരാ? ഈസ്ട്രോജൻ ആണ്. താഴെയുള്ളത് പ്രൊജസ്ട്രോൺ ആണ്. പ്രൊജസ്ട്രോൺ കൂടുന്ന എപ്പോഴാണ്? കോർപ്പസ് ലൂട്ടിയം റിലീസ് ചെയ്യുന്നു. ലൂട്ടിയൽ ഫേസിലാണ് പ്രൊജസ്ട്രോൺ കൂടി നിൽക്കുക. കണ്ടോ, ഈ ഒരു ഫേസിലാണ് പ്രൊജസ്ട്രോൺ കൂട്ടി നിൽക്കുക. അതുപോലെ ഓവുലേഷന്റെ സമയത്ത് ഈസ്ട്രോജൻ കൂടുന്നുണ്ട്, LH കൂടുന്നുണ്ട്, FSH കൂടുന്നുണ്ട്. LH ആണ് ഏറ്റവും കൂടുതൽ. ആ എഫക്റ്റ് നമ്മൾ LH സർജ് എന്ന് പറയും. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ മെൻസ്ട്രൽ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കുക. മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മെനാർക്ക് എന്ന് പറയും. പിന്നെ സ്റ്റോപ്പ് ചെയ്യുന്ന 50 ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ ഫീമെയിൽസിൽ മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് ആവും. അതിന് നമ്മൾ മെനോപോസ് എന്ന് പറയും. പിന്നെ ഓർക്കണം, പ്രഗ്നൻസിയുടെ ഒരു സിംറ്റം ആണ് ആബ്സെൻസ് ഓഫ് മെൻസ്ട്രേഷൻ. ഓവുലേഷൻ നടന്നു, ഫെർട്ടിലൈസേഷൻ നടന്നാൽ പിന്നെ മെൻസ്ട്രേഷൻ നടക്കുമോ? ഇല്ല. ഓക്കെ, അത്തരം കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നോക്കാം പ്രീവിയസ് ഇയറിൽ വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ്. കണ്ടോ, ഈ ഒരു ഏരിയയിൽ നിന്ന് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഐഡന്റിഫൈ എ ആൻഡ് ബി ഇൻ ദ ഗ്രാഫ്. ഈ ഗ്രാഫ് കാണുമ്പോഴേ നമുക്ക് പറയാം എ എന്ന് പറയുന്നത് ഈസ്ട്രോജൻ ആണ് അല്ലെ, ഉറപ്പിക്കാം ഈസ്ട്രോജൻ ആണ്. ബി എന്ന് പറയുന്നത് പ്രൊജസ്ട്രോൺ ആണ് അല്ലെ, പ്രൊജസ്ട്രോൺ. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ സ്ട്രക്ചർ സി. സി എന്ന് പറയുന്ന സ്ട്രക്ചർ ഏതാ? കോർപ്പസ് ലൂട്ടിയം. ഗ്രാഫിയൻ ഫോളിക്കുലർ റപ്ചർ ആയിട്ട് മിച്ചമുണ്ടാകുന്ന റിമൈനിങ് പാർട്ട് എന്തായിട്ട് മാറും? കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറും. ഈ കോർപ്പസ് ലൂട്ടിയത്തിന്റെ ഫംഗ്ഷൻ എന്താ? റിലീസിങ് ഓർ സെക്രീറ്റിംഗ് പ്രൊജസ്ട്രോൺ. ഓക്കെ, അതാണ്. ഇറ്റ് സെക്രീറ്റ് ലാർജ് എമൗണ്ട് ഓഫ് പ്രൊജസ്ട്രോൺ വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ദ മെയിൻ്റെനൻസ് ഓഫ് എൻഡോമെട്രിയം. അങ്ങനെ എൻഡോമെട്രിയത്തെ മെയിൻറ്റെയിൻ ചെയ്ത് തിക്കനാക്കി കൊണ്ടിരുന്ന ആരാണ്? ഈ പ്രൊജസ്ട്രോൺ ആണ്. കോർപ്പസ് ലൂട്ടിയം റിലീസ് ചെയ്യുന്ന പ്രൊജസ്ട്രോൺ. ഓക്കെ, മൂന്നാമത്തെ സി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു, വിച്ച് പിറ്റ്യൂട്ടറി ഹോർമോൺ ഈസ് സെക്രീറ്റഡ് മാക്സിമം ലെവൽ ഡ്യൂറിംഗ് ദി ടൈം ഓഫ് ഓവുലേഷൻ? LH ആണ്. അതിനെ നമ്മൾ LH സർജ് എന്ന് പറയും. ഓക്കെ, അത് ഓർത്ത് വെക്കുക. യെസ്, മറ്റൊരു ക്വസ്റ്റ്യൻ, ഗ്രാഫ് ഗിവൻ ബിലോ ഷോസ് ദ ഒവേറിയൻ ഇവന്റ്സ് ആൻഡ് ഒവേറിയൻ ഹോർമോൺ ലെവൽസ് ഡ്യൂറിംഗ് ദ മെൻസ്ട്രൽ സൈക്കിൾ. നെയിം ഹോർമോൺസ് A and B. A and B ഒക്കെ മാറ്റിയൊക്കെ തരാം. എപ്പോഴും ഓർത്തോണം, മേളിൽ ഈസ്ട്രോജനും താഴെ പ്രൊജസ്ട്രോണും. ഓക്കെ, അപ്പൊ A എന്ന് പറയുന്നത് എന്താണ്? ഏതാണ്? പ്രൊജസ്ട്രോൺ ആണ്. B എന്ന് പറയുന്നതാണ് ഈസ്ട്രോജൻ. റൈറ്റ് ദ ഒവേറിയൻ ഇവന്റ്സ് ഡ്യൂറിംഗ് ലൂട്ടിയൽ ഫേസ്. ലൂട്ടിയൽ ഫേസിൽ നടക്കുന്ന ഒവേറിയൻ ഇവന്റ്സ് എഴുതാൻ എന്തൊക്കെയാ? റിമൈനിങ് പാർട്സ് ഓഫ് ഗ്രാഫിയം ഫോളിക്കിൾ എന്തായിട്ട് മാറും? കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറും. കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറിയാൽ കോർപ്പസ് ലൂട്ടിയം ഏത് ഹോർമോൺ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും? സെക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും? പ്രൊജസ്ട്രോൺ. അങ്ങനെ പ്രൊജസ്ട്രോണെ റിലീസ് ചെയ്ത് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കും? എൻഡോമെട്രിയൽ വാള് തിക്കണായിക്കൊണ്ടിരിക്കും. അതാണ് മെയിൻ ആയിട്ടും ലൂട്ടിയൽ ഫേസ് നടക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനിയും ഇതേ ഏരിയയിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, A and B. ഈ ഗ്രാഫ് കാണുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം LH-ന്റെ FH-ന്റെ അല്ല, ഒവേറിയൻ ഹോർമോൺ തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ ഉറപ്പിക്കാം A എന്താണ്? പ്രൊജസ്ട്രോൺ ആണ്. B എന്താണ്? ഈസ്ട്രോജൻ ആണ് അല്ലെ. ഇനി റീകൺസിഡർ ദ ഗ്രാഫ് ഷോയിങ് ദ ലെവൽ ഓഫ് ഹോർമോൺസ് ഇൻ ലൂട്ടിയൽ ഫേസ്. ലൂട്ടിയൽ ഫേസിൽ വരുമ്പം ആര് കൂടുന്നുണ്ട്? നമ്മുടെ പ്രൊജസ്ട്രോൺ പതുക്കെ കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ലൂട്ടിയൽ ഫേസിൽ കൂടുന്നതായിട്ട് കാണാം കേട്ടോ. ആ ഗ്രാഫ് അതുപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ കണ്ടോ, ഇവിടെ പ്രൊജസ്ട്രോൺ കൂടുന്ന കണ്ടോ? ഇവിടെ ചെറുതായിട്ട് ലൂട്ടിയൽ ഫേസിൽ വരുമ്പോൾ ഈസ്ട്രോജൻ കുറയുന്നുണ്ടെങ്കിലും പിന്നെ പതുക്കെ കൂടുന്നതായിട്ടും കാണാം. അപ്പൊ ഈ ഗ്രാഫ് ഇങ്ങനെ തന്നെ വരയ്ക്കാൻ പഠിക്കണം, മനസ്സിലാക്കി വെക്കുക. റെയിം ദ ഹോർമോൺ സെക്രീറ്റ് ബൈ കോർപ്പസ് ലൂട്ടിയം ആൻഡ് മെൻഷൻസ് ഇറ്റ്സ് ഫംഗ്ഷൻ. കോർപ്പസ് ലൂട്ടിയം റിലീസ് ചെയ്യുന്ന ഹോർമോൺ ഏതാ? പ്രൊജസ്ട്രോൺ ആണ്. ഫംഗ്ഷൻ എന്താ? മെയിൻ്റെനൻസ് ഓഫ് എൻഡോമെട്രിയം. എൻഡോമെട്രിയത്തെ തിക്കനാക്കി കൊണ്ടുവരുന്ന ആരാണ്? പ്രൊജസ്ട്രോണിന്റെ ഫംഗ്ഷൻ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ അത്തരം കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കുക. ഇനിയും ഇതേ ക്വസ്റ്റ്യൻ, ഇതേ ഏരിയയിൽ നിന്ന് വന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, വാട്ട് ഡു A and B സ്റ്റാൻഡ്സ് ഫോർ? A and B സ്റ്റാൻഡ്സ് ഫോർ ഏതാ? A എന്ന് പറയുന്നത് ഈസ്ട്രോജൻ ആണ്. B എന്ന് പറയുന്നത് പ്രൊജസ്ട്രോൺ ആണ്. മനസ്സിലാക്കുക. കണ്ടോ, റിപ്പീറ്റഡ് ആയിട്ട് വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ്. വീണ്ടും ഗ്രാഫിയൻ നമ്മുടെ ഒവേറിയൻ ഹോർമോൺസ് പോലെ തന്നെ പിറ്റ്യൂട്ടറി ഹോർമോൺസിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. LH-ന്റെയും FH-ന്റെയും കേസിൽ നെയിം ദ സോഴ്സ് ഓഫ് LH and FH. FSH-ന്റെയും LH-ന്റെയും സോഴ്സ് ഏതാ? ഏത് ഗ്ലാൻഡാ? യെസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് അല്ലെ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ഏത് ലോബിയിൽ നിന്നാണ് റിലീസ് ചെയ്യുന്നത്? അഡിനോ ഹൈപ്പോഫൈസിസ് അല്ലെങ്കിൽ ആന്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി എന്നാണ് റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് LH-ഉം FSH-ഉം. ഓക്കെ, ഇനിയും ബി ക്വസ്റ്റ്യൻ, ലെവൽ ഓഫ് LH ഈസ് മാക്സിമം ഡ്യൂറിംഗ് ദ മിഡിൽ ഡേ ഓഫ് ദ സൈക്കിൾ. മെൻഷൻ ഈസ് എഫക്ട്. LH സർജ് ആണ് അല്ലെ, മിഡിൽ ഡേയിൽ നടക്കുക LH സർജ് ആണ്. അതിന്റെ എഫക്ട് എന്താ? റപ്ചർ ഓഫ് ഗ്രാഫിയം ഫോളിക്യൂൾ ആൻഡ് റിലീസ് ഓഫ് ഓവം. അതാണ്. ഇനിയും നോട്ട് ദ ഫംഗ്ഷൻ ഓഫ് LH ഇൻ മെയിൽ. LH മെയിൽസിൽ ഉണ്ടാക്കുന്ന അല്ലെ LH മെയിൽസിലുള്ള അതിന്റെ ഫംഗ്ഷൻ എന്താണ്? LH-ന്റെ ഫംഗ്ഷൻ ഓർത്ത് വെക്കണം. ഇൻ മെയിൽസ് ഇറ്റ് ഹെൽപ്സ് ടു സ്റ്റിമുലേറ്റ് ലിഡിങ് സെൽസ്. ലിഡിങ് സെൽസ് എന്ന് പറയുന്നത് നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിക്കുമ്പോൾ ഇൻഡസ്ട്രീഷ്യൽ സെൽസിന് നമ്മൾ പറയും, സെമിനിഫറസ് ട്യൂബ്യൂൾസിനൊക്കെ പുറത്തുള്ള ഇൻഡസ്ട്രീഷ്യൽ സെൽസിന് പറയും എന്താ പറയാ? ലീഡിങ് സെൽസ്. ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഓർ ലീഡിങ് സെൽസ്. ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദേ റിലീസ് ആൻഡ്രോജൻസ് ഓർ ടെസ്റ്റോസ്റ്റിറോൺ
and helps in the development of secondary sexual characters. ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. അപ്പോൾ ഇത്രയാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഇത്രയും പോയിന്റ് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ മൂവ് ചെയ്യുവാണ്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. വെയിറ്റേജ് ഒരുപോലെയാണ് അല്ലെ, സ്കോർ വെയിറ്റ് 3 തന്നെയാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെയും. നമ്മൾ നോക്കുമ്പം നിങ്ങൾ ഉറപ്പായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ നിന്ന്. അത് ഏത് ഏരിയ എന്നാണെന്നറിയോ? കാണണം. യെസ്, നോക്കുക ഏത് ഏരിയ എന്നാണ്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. നമ്മൾ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് പഠിക്കുന്നുണ്ട്, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് പഠിക്കുന്നുണ്ട്. പക്ഷെ സ്ഥിരമായിട്ട് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നമ്മുടെ ബോർഡ് എക്സാമിന് വരുന്ന ഒരു ഏരിയ ആണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ എന്താ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് നമുക്കറിയാം, നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. സെക്ഷലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസുകളെ പറയും അല്ലെ, ഇൻഫെക്ഷൻസിനെ പറയും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഓർ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്. അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട് റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്ന് പറയും. അല്ലെങ്കിൽ പറയാറുള്ളത് വെനറിയൽ ഡിസീസസ് എന്നും പറയും. ഓക്കെ, ഇതൊക്കെ എന്താണ്? സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് തന്നെയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഡെഫിനിഷൻ നമുക്കറിയാം. സെക്ഷൽ ഇന്റർകോഴ്സ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസുകളാണ്. ഇനിയും അതിന് എക്സാമ്പിളുകൾ കുറച്ച് ഓർത്ത് വെക്കണം. ഒരു 4-5 പഠിച്ചു വെക്കുക കേട്ടോ. ഗൊണേറിയ ഉണ്ട്, സിംഫിലിസ് ഉണ്ട്, ക്ലാമിഡയാമിസിസ് ഉണ്ട് അല്ലെ, ഡയാസിസ് ഉണ്ട്, ജെനൈറ്റൽ വാട്സ് ഉണ്ട്, ജെനൈറ്റൽ ഹെർപ്പിസ് ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട്, എയ്ഡ്സ് ഉണ്ട്. ഇതൊക്കെ പഠിച്ചു വെക്കുക. ഒരു 5 എഴുതാൻ പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ ഉള്ളത് ഏർലി സിംറ്റംസ്. എന്തൊക്കെയാണ് ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളുടെ സിംറ്റംസ്? നോർമലി ഫീമെയിൽസിൽ അസിംപ്റ്റോമാറ്റിക് ആയിരിക്കും, അതായത് അസിംപ്റ്റോമാറ്റിക് ആണ്, അതായത് സിംറ്റംസ് കാണിക്കാറില്ല. മെയിൽസിലായിരിക്കും കുറച്ചുകൂടെ വിസിബിൾ ആയിട്ടുള്ളത്. നോർമലി കാണുന്ന ഏർലി സിംറ്റംസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇച്ചിങ്, ഫ്ലൂയിഡ് ഡിസ്ചാർജ്, സ്ലൈറ്റ് പെയിൻ, സ്വെല്ലിങ്സ് എക്സെട്ര ഇൻ ദ ജെനൈറ്റൽ റീജിയൻ. ഇതാണ് ഏർലി സിംറ്റംസ്. ഇനി ഇതിൽ നോക്കുമ്പോൾ ഇതിൽ ക്യൂറബിൾ ആണോ? എല്ലാ ഡിസീസുകളും ക്യൂറബിൾ ആണോ? എല്ലാ ഡിസീസുകളും നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ക്യൂറബിൾ ആണ്, അല്ലെങ്കിൽ ക്യൂറബിൾ ആക്കാൻ പറ്റും. പക്ഷേ 3 ഡിസീസ് ഒഴികെ. 3 എന്ന് പറഞ്ഞാൽ ജെനൈറ്റൽ ഹെർപ്പിസ് പറ്റില്ല, ഹെപ്പറ്റൈറ്റിസ് ബി പറ്റില്ല, എയ്ഡ്സ് പറ്റില്ല. ബാക്കിയെല്ലാം നേരത്തെ തന്നെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണ്. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് ബിയും ജെനൈറ്റൽ ഹെർപ്പിസും എയ്ഡ്സും നോട്ട് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണ്. ഓർത്ത് വെക്കുക. യെസ്, നമുക്ക് നോക്കാം. ഇതിലുള്ള ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട പ്രിവെന്റീവ് മെഷേഴ്സ് 3 പോയിന്റുകൾ ഓർത്ത് വെക്കണം, പഠിച്ചു വെക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്നേഴ്സ് ഓർ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. Always try to use condoms during coitus. In case of any doubt, one should go to a qualified doctor and seek medical treatment. Diagnose ചെയ്യുക, കൃത്യമായ ട്രീറ്റ്മെന്റ് എടുക്കുക. ഓക്കെ, ഇതാണ് പ്രിവെന്റീവ് മെഷേഴ്സ് എന്ന് പറയാം. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞേ. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും നിങ്ങൾക്ക് ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ കിട്ടും. നോക്കുക, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുക. ഇൻഫെക്ഷൻസ്, അതിനെ കുറിച്ച് എന്താ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് പറഞ്ഞിട്ട് ഒരേ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുക. ഇത് രണ്ട് വർഷത്തെ 2 ഇയറിലെ ആയിട്ട് വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. നെയിം എനി 2 STIs. STI എന്ന് പറഞ്ഞാലും STD എന്ന് പറഞ്ഞാലും ഒന്നാണ് കേട്ടോ. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ഓർ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. ഇനി വെനറിയൽ ഡിസീസ് എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്നാണ്. യെസ്, അപ്പൊ അതിന് ആൻസർ എന്ന് പറയുന്നത് കോമൺ ആൻസർ ആണല്ലേ. യെസ്, ജെനൈറ്റൽ ഹെർപ്പീസ് ഇഷ്ടമുള്ള 2 എക്സാമ്പിൾ നിങ്ങൾ ഒരു 5 പഠിച്ചു വെക്കുക. 2 എക്സാമ്പിൾ എയ്ഡ്സ് ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട്, ജെനൈറ്റൽ വാട്സ് ഉണ്ട്, ജെനൈറ്റൽ ഹെർപ്പീസ് ഉണ്ട്. ഓക്കെ, ഇഷ്ടമുള്ള ഏതെങ്കിലും 2 എഴുതുക. സജസ്റ്റ് എനി 2 മെത്തേഡ്സ് ടു പ്രിവെന്റ് STIs. STDസിനെ പ്രിവെന്റ് ചെയ്യാൻ പ്രിവെന്റീവ് മെഷേഴ്സ് സജസ്റ്റ് ചെയ്യാനാണ്. നമുക്കറിയാവുന്ന 3 ഉണ്ട്. അതിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള 2 എഴുതുക. അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്നേഴ്സ് ഓർ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. ഓൾവേസ് ട്രൈ ടു യൂസ് കോണ്ടംസ്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. 3ാമത് എന്തായിരുന്നു ഒന്ന് ഓർമ്മ വെച്ചോ. ഏതായിരുന്നു 3ാമത്? ടേക്ക് അല്ലെ, കൃത്യമായ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടേഴ്സിന്റെ ഹെൽപ്പ് തേടുക, കൃത്യമായ ട്രീറ്റ്മെന്റ് എടുക്കുക. ഓക്കെ, ഇൻസിഡൻസ് ഓഫ് STDs ആർ വെരി ഹൈ among the age of group of 15 to 24 years. വാട്ട് ഈസ് STD? STD എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. STD എന്ന് പറഞ്ഞാൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആണ് അല്ലെ. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് പറയുമ്പോൾ ഇൻഫെക്ഷൻസ് ഓർ ഡിസീസസ് വിച്ച് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ സെക്ഷൽ ഇന്റർകോഴ്സ് ആണ് ഇതിന്റെ ഡെഫിനിഷൻ. ഇനി ബി ക്വസ്റ്റ്യൻ നെയിം ഇനി 4 STDs. നമ്മൾ ഓൾറെഡി 5 പഠിച്ചു വെക്കാൻ പറഞ്ഞായിരുന്നു. 5 അറിയാമെങ്കിൽ ഏതെങ്കിലും 4 എഴുതുക. എല്ലാം സിമ്പിൾ ആണ് അല്ലേ. ഗുണേറിയ, സിംഫിലിസ്, ജെനൈറ്റൽ വാട്സ്, ജെനൈറ്റൽ ഹെർപ്പീസ്, ഹെപ്പറ്റൈറ്റിസ് ബി, എയ്ഡ്സ്, ഇതൊക്കെ നമ്മുടെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളാണ്. ഓക്കെ,
വാട്ട് ആർ STIs? വീണ്ടും അതേ മോഡലുള്ള ക്വസ്റ്റ്യൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. വാട്ട് ആർ STIs നമുക്കറിയാം അല്ലേ? ഇൻഫെക്ഷൻസ് ഓർ ഡിസീസസ് ട്രാൻസ്മിറ്റ് ടു സെക്ഷൽ ഇന്റർകോഴ്സ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസുകളാണ്. സൈറ്റ് എനി 2 എക്സാമ്പിൾസ്. ഗൊണേറിയ, ജെനിറ്റൽ ഹെർപ്പീസ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാം. സജസ്റ്റ് എനി 2 പ്രിവെന്റീവ് മെഷേഴ്സ് ഫോർ STIs. പ്രിവെന്റീവ് മെഷേഴ്സുകളും നമുക്കറിയാം, നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ വളരെ പ്രധാനപ്പെട്ടതാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന ചാപ്റ്ററിൽ ഒരു കാരണവശാലും ഒഴിവാക്കരുതാത്ത ഒരു ഏരിയ ആണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഒരു ചാപ്റ്റർ എവല്യൂഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. എവല്യൂഷൻ എന്ന് പറയുമ്പം വെയിറ്റേജ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെക്കാട്ടിലും ഹ്യൂമൻ റീപ്രൊഡക്ഷനെക്കാട്ടിലും വെയിറ്റേജ് കൂടുതലുള്ളൊരു ചാപ്റ്ററാണ്. സ്കോർ വെയിറ്റ് വരുന്നത് 4 ആണ്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കിയാൽ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് നമ്മുടെ അനലോഗസ് ഓർഗൻസും ഹോമോലോഗസ് ഓർഗൻസും. അനലോഗസ് ഓർഗൻസ് എന്താണെന്നും ഹോമോലോഗസ് ഓർഗൻസ് എന്താണെന്നും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കുക എന്താണ് ഹോമോലോഗസ്. ഹോമോലോഗസ് എന്ന് പറയുമ്പം സെയിം സ്ട്രക്ചർ ഡിഫറെന്റ് ഫങ്ഷൻസ്. അങ്ങനെ തന്നെ ഓർത്തോണം. സെയിം സ്ട്രക്ചർ ഡിഫറെന്റ് ഫങ്ഷൻസ് ഉള്ളതാണ് ഹോമോലോഗസ് ഓർഗൻസ്. ഓക്കെ, ഹോമോലോഗസ് ഓർഗൻസ്. എന്നാൽ നേരെ ഓപ്പോസിറ്റ് പറയാം, ഡിഫറെന്റ് സ്ട്രക്ചറും സെയിം അല്ലെങ്കിൽ സിമിലർ ഫങ്ഷൻ ഉള്ള ഓർഗൻസിനെ പറയും അനലോഗസ് ഓർഗൻസ്. ക്ലിയർ ആണോ? ഹോമോലോഗസ് ഓർഗൻസും അനലോഗസ് ഓർഗൻസും മാറിപ്പോയത്. ഹോമോലോഗസ് എന്ന് പറയുമ്പോൾ സെയിം സ്ട്രക്ചർ ഡിഫറെന്റ് ഫങ്ഷൻ. അനലോഗസ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് സ്ട്രക്ചർ സെയിം ഫങ്ഷൻ. കേട്ടോ, അങ്ങനെ തന്നെ ഓർത്ത് വെക്കുക. വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്. എക്സാമ്പിൾസും പഠിച്ചു വെക്കണം. നമ്മൾ കാണും, എക്സാമ്പിൾസ് കാണും. പ്രധാനപ്പെട്ട കുറച്ച് എക്സാമ്പിൾ. ഹോമോലോഗസ് എന്ന് പറയുമ്പോൾ സെയിം സ്ട്രക്ചർ വരുന്നു. 4 limbs ഓഫ് എന്താണ്, നമുക്ക് ബേർഡ്സ് എടുക്കാം, ചീറ്റ എടുക്കാം, ഹ്യൂമൻ, ഇവിടെയൊക്കെ ബെയിലിന്റെ ഫ്ലിപ്പേഴ്സ്, ഇതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സെയിം സ്ട്രക്ചറാണ്, പക്ഷെ ഫംഗ്ഷൻ ഡിഫറെന്റ് അല്ലേ? അതെ. അപ്പൊ ഇവര് നമ്മളെ ഹോമോലോഗസ് ഓർഗൻസ്. ഇനി പ്ലാന്റ്സിലും ഉണ്ട് എക്സാമ്പിൾസ് ഹോമോലോഗസ് ഓർഗൻസിന്. ടെൻഡ്രിൽസ് ഇൻ കുക്കർബിറ്റ ആൻഡ് എന്താണ് തോൺസ് ഇൻ ബൊഗെയിൻവില്ല ഒരു എക്സാമ്പിൾ ആണ് ഹോമോലോഗസ് ഓർഗൻസിന്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ എക്സാമ്പിളുകളൊക്കെ കാണാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഹോമോലോഗസ് ഓർഗൻസ് ആൻഡ് അനലോഗസ് ഓർഗൻസ് ഇൻ എവല്യൂഷൻ. ഓക്കെ, നോക്കുക. ഐഡന്റിഫൈ അനലോഗസ് ഓർഗൻസ്. ഐഡന്റിഫൈ അനലോഗസ് ഓർഗൻസ് ഫ്രം ദ ഗിവൺ എക്സാമ്പിൾസ്. എന്താണ് അനലോഗസ് ഓർഗൻസ് എന്ന് ഡിഫൈൻ ചെയ്യണം. അതുപോലെ തന്നെ ഐഡന്റിഫൈ അനലോഗസ് ഓർഗൻസ് ഫ്രം ദ ഗിവൺ എക്സാമ്പിൾസ്. എന്താ അനലോഗസ് ഓർഗൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു ഇല്ലേ? എന്താന്ന് ഡിഫൈൻ ചെയ്തില്ലേ? ഓർഗൻസ് ദാറ്റ് ഹാവിങ് സെയിം സ്ട്രക്ചർ ആണോ? ഡിഫറെന്റ് സ്ട്രക്ചർ ആൻഡ് സിമിലർ ഫങ്ഷൻ. സച്ച് ടൈപ്പ് ഓഫ് ഓർഗൻസ് ആർ കോൾഡ് അനലോഗസ് ഓർഗൻസ് അല്ലെ? ഇനി ഇവിടെ നോക്കുക, എക്സാമ്പിൾസ് നോക്കുക. ഐസ് ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽസ്. ഐസ് ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽസ് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു അനലോഗസ് ഓർഗൻ എക്സാമ്പിൾ ആണ് കേട്ടോ. വെർട്ടിബ്രേറ്റ് ഹാർട്ട്, അത് ഹോമോലോഗസ് ആണ്, ഹോമോലോഗസ് ആണ്. വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ് എന്ന് പറയുന്നത് അനലോഗസ് ഓർഗൻ ആണ്. 4 limbs ഓഫ് ചീറ്റ ആൻഡ് ഹ്യൂമൻ എന്ന് പറയുന്നത് ഹോമോലോഗസ് ആണ്. അപ്പൊ ഇവിടെ നമ്മുടെ ചോദ്യം ഐഡന്റിഫൈ അനലോഗസ് ഓർഗൻസ് ഫ്രം ദ ഗിവൺ എക്സാമ്പിൾസ്. അതിൽ നമ്മുടെ ആൻസർ വരുന്നത് 1ഉം 3ഉം ആണ്. കാരണം ഐസ് ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽസ് അനലോഗസ് ഓർഗൻ എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ് ഡിഫറെന്റ് സ്ട്രക്ചറാണ്, പക്ഷേ സെയിം ഫംഗ്ഷനാണ്. ഓക്കെ, അത്തരം ഓർഗൻസിനെ പറയും അനലോഗസ്. ക്ലിയർ അല്ലേ? അടുത്തൊരു ചോദ്യം, അതേ ഏരിയയിൽ നിന്ന് വന്നേക്കുന്ന മറ്റൊരു ചോദ്യം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഹോമോലോഗസ് ഓർഗൻസ് ഡൈവേർജന്റ് എവല്യൂഷൻ ആണെങ്കിൽ ഏത് ഓർഗൻസ് ആണ് കൺവേർജന്റ് എവല്യൂഷൻ? അനാലോഗസ്. ഒന്നും നോക്കണ്ട, അനലോഗസ് ഓർഗൻസ് ആണ്. ഇത് ഓർത്തിരിക്കാൻ ഒരു വഴിയുണ്ട്. HD എന്ന് ഓർക്കുക കേട്ടോ. HD ഹോമോലോഗസ് ഡൈവേർജന്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അനലോഗസ് കൺവേർജന്റ്. AC എന്ന് ഓർക്കുക. HD AC H എന്ന് പറഞ്ഞാൽ ഹോമോലോഗസ് ഓർഗൻസ്. ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറയുന്നത് ഡൈവേർജന്റ് എവല്യൂഷൻ ആണ്. അനലോഗസ് ഓർഗൻസ് എന്ന് പറയുന്നത് കൺവേർജന്റ് എവല്യൂഷൻ ആണ്. അങ്ങനെ കണക്ട് ചെയ്ത് ഓർക്കുക. വളരെ സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാം കേട്ടോ. അനലോഗസ് ഓർഗൻ അപ്പൊ ഇവിടെ ഇത് വരും, കൺവേർജന്റ് വരും. ഓക്കെ, വീണ്ടും ഇതേ ഏരിയ എന്ന് പറഞ്ഞ വന്നിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ. സെലക്ട് ആൻ എക്സാമ്പിൾ ഫോർ ഹോമോലോഗസ് ഓർഗൻസ്. ഹോമോലോഗസ് ഓർഗൻസിനെ എക്സാമ്പിൾസ് കൃത്യമായിട്ട് ഓർത്ത് വെച്ചോണം. ഐസ് ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽസ് എന്ന് പറയുന്നത് ഹോമോലോഗസ് അല്ല, അനലോഗസ് ആണ്. 4 limbs ഓഫ് വെയിൽസ് ആൻഡ് ബാറ്റ് എന്ന് പറയുന്നത് ഹോമോലോഗസ് ആണ്. ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗിൻസ് ആൻഡ് ഡോൾഫിൻ. പെൻഗിന്റെയും ഡോൾഫിന്റെയും ഫ്ലിപ്പേഴ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് സ്ട്രക്ചറാണ്, പക്ഷേ
സെയിം ഫംഗ്ഷൻ. അതും അനലോഗസ് ഓർഗൻ ആണ്. വിങ്സ് ഓഫ് ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈ അനലോഗസ് ആണ്. നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ സെലക്ട് ആൻ എക്സാമ്പിൾ ഫോർ ഹോമോലോഗസ് ഓർഗൻ എന്ന് പറയുന്ന ആൻസർ ഇത് വരും, ബി വരും. ഓക്കെ അല്ലേ? ഓർത്ത് വെച്ചോണം കേട്ടോ, ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. കണ്ടോ, വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യൻ. സം എക്സാമ്പിൾസ് ഓഫ് എവല്യൂഷണറി സ്ട്രക്ചേഴ്സ് ആർ ഗിവൺ ബിലോ, ക്ലാസിഫൈ ദം അണ്ടർ സ്യൂട്ടബിൾ ഹെഡിങ്സ്. സ്യൂട്ടബിൾ ഹെഡിങ്സിലേക്ക് ക്ലാസിഫൈ ചെയ്യണം. നമുക്ക് സ്യൂട്ടബിൾ ഹെഡിങ് കൊടുക്കാം. ഇത് എക്സാമ്പിൾസ് അല്ലേ? അപ്പൊ ഇവല്യൂഷണറി സ്ട്രക്ചേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് കൊടുക്കാം. ഹോമോലോഗസ് ഓർഗൻസും ഉണ്ട്, അനലോഗസ് ഓർഗൻസും ഉണ്ട്. ഹോമോലോഗസിന് നമ്മൾ എച്ച് എന്ന് മാർക്ക് ചെയ്യുന്നു, അനലോഗസിന് നമ്മൾ എ എന്ന് മാർക്ക് ചെയ്യുന്നു. നിങ്ങൾ ആൻസർ ചെയ്തുമ്പോൾ കൃത്യമായിട്ട് ടേബിളിലായിട്ട് എഴുതണം. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കാം. ഫോർ ലിംബ് ഓഫ് മാൻ, ചീറ്റ, വെയിൽ, ബാറ്റ് ഏതാ വരിക? ഹോമോലോഗസ് ആണ്, ഹോമോലോഗസ് ആണ്. ഇനിയും വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ്, ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ് എന്ന് പറയുമ്പോൾ അനലോഗസ് ആണ്, അനലോഗസ്. തോൺസ് ആൻഡ് ടെൻഡ്രിൽസ് ഓഫ് ബൊഗൈൻവില്ല ആൻഡ് കുക്കർബിറ്റ ഹോമോലോഗസ് ഓർഗൻസ് ഇൻ പ്ലാന്റ്സിന് എക്സാമ്പിൾ ആണിത് കേട്ടോ, ഹോമോലോഗസ്. വീണ്ടും വെർട്ടിബ്രേറ്റ് ഹെഡ്സ് ഓർ ബ്രെയിൻ, അതും ഹോമോലോഗസ് ആണ്. വെർട്ടിബ്രേറ്റ് ഹെഡ്സ് ഓർ ബ്രെയിൻ എന്ന് പറയുന്നത് ഹോമോലോഗസ് ആണ്. ഇനിയും ഐ ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽസ്, ഐ ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽസ് അനലോഗസ് ആണ്, അനലോഗസ് ഓർഗൻസ് ആണ്. ഇനിയും ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻസ് ആൻഡ് ഡോൾഫിൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അനലോഗസ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ അനലോഗസും ഹോമോലോഗസും ഹെഡിങ്ങും കൊടുത്ത് നമുക്ക് അതിനെ കാറ്റഗറി എന്താണ് ലിസ്റ്റ് ചെയ്യാം, ആൻസർ ചെയ്യാം. ക്ലിയർ അല്ലേ? യെസ്. ഇനിയും അതേ ഏരിയയിൽ നിന്ന് വന്ന മറ്റൊരു ചോദ്യം, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് എവല്യൂഷൻ. പിക്ചർ തന്നിട്ട് ടൈപ്പ് ഓഫ് എവല്യൂഷൻ ചോദിച്ചിരിക്കുക. ഈ പിക്ചർ എന്തിന് എക്സാമ്പിളാ? ഹോമോലോഗസ് ഓർഗൻസ് അല്ലേ തന്നേക്കുന്നേ. സിമിലർ സ്ട്രക്ചർ അല്ലേ, ഡിഫറെന്റ് ഫങ്ഷൻ. അങ്ങനെയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് എവല്യൂഷൻ ഏതാ? ഹോമോലോഗസ് എവല്യൂഷൻ ഏതാ? ഇച്ച് ഡി എന്ന് ഓർക്കണ്ടേ അല്ലേ? അതല്ലേ ഓർക്കണ്ടേ? അപ്പൊ ഏത് വരും? ഏത് വരും? ഡൈവേർജന്റ് വരും അല്ലെ? ഡൈവേർജന്റ് എച്ച് ഡി, ഡൈവേർജന്റ് എവല്യൂഷൻ ആണ് ടൈപ്പ് ഓഫ് എവല്യൂഷൻ. വാട്ട് ഡു യു മീൻ ബൈ ഹോമോലോഗസ് ഓർഗൻസ്? വാട്ട് ഡു യു മീൻ ബൈ ഹോമോലോഗസ് ഓർഗൻസ്? നമുക്കറിയാം ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ ഹാവിങ് സെയിം സ്ട്രക്ചർ ബട്ട് ഹാവിങ് ഡിഫറെന്റ് ഫങ്ഷൻസ് അല്ലെ? അങ്ങനെയുള്ള ഓർഗൻസിനെ പറയും ഹോമോലോഗസ് ഓർഗൻസ്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. 4 limbs ഓഫ് ഹ്യൂമൻ ബീങ്സ്, 4 limbs ഓഫ് ബാറ്റ്, 4 limbs ഓഫ് വെയിൽ, ഫ്ലിപ്പേഴ്സ് ഓഫ് വെയിൽ, ഇതൊക്കെ നമുക്ക് പറയാം. ഓക്കെ അല്ലേ? യെസ്. വീണ്ടും ഇതേ ഏരിയയിൽ നിന്ന് വന്ന മറ്റൊരു ചോദ്യം നോക്കിയേ. കംപ്ലീറ്റ് ദ ബോക്സസ്. എയിൽ ഏത് വരും? 4 limbs ഓഫ് മാമൽസ് പറഞ്ഞ ഹോമോലോഗസ് അല്ലേ? യെസ്. ഇനി ടൈപ്പ് ഓഫ് എവല്യൂഷൻ ഏതാ? എച്ച് ഡി അല്ലേ? അപ്പൊ ബി എന്ന് പറയുന്ന ഡൈവേർജന്റ് ആണ്, ബി എന്ന് പറയുന്ന ഡൈവേർജന്റ് ആണ്. ഓക്കെ, നോക്കാം. യെസ്. അടുത്ത് നോക്കാം. സി ഏതാണ്? സി അനലോഗസ് ആണെങ്കിൽ അവിടെ ഡി എന്ന് പറയുന്ന കൺവേർജന്റ് എവല്യൂഷൻ ആണ്. കണ്ടോ, ഈ ഏരിയ ഒന്ന് റിപ്പീറ്റ് ചെയ്തേക്കുന്നത് കണ്ടോ? ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇനിയും എവല്യൂഷനിൽ നിന്ന് മറ്റൊരു ഏരിയ, വളരെ പ്രധാനപ്പെട്ട ഏരിയ, സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ എവല്യൂഷണറി ഹിസ്റ്ററി നിങ്ങൾ പഠിക്കുന്നുണ്ട് ഇല്ലേ? അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പക്ഷെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിന്റെ ആ ഓർഡർ ചോദിക്കുന്ന കൃത്യമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് ഓർഡർ മനസ്സിലാക്കി വെക്കുക. ആദ്യം വരുന്ന ആൻസിസ്റ്റർ ഏതാ? ഡ്രയോപിഥിക്കസ് ആണ്. ഓക്കെ, ഡ്രയോപിഥിക്കസ്. പിന്നെ വരുന്നത് രാമാപിഥിക്കസ് ആണ് അല്ലെ? രാമാപിഥിക്കസ്. ഈ ഡ്രയോപിഥിക്കസ് എന്ന് പറയുമ്പോൾ ഏപ്പിലേക്കാണ്, രാമാപിഥിക്കസ് എന്ന് പറയുമ്പോൾ മാനിലേക്കാണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനിയുള്ളത് മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് ആസ്ട്രലോപിഥിക്കൈൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ആസ്ട്രലോപിഥിക്കസ് എന്ന് പറയും, ആസ്ട്രലോപിഥിക്കസ്. ഇനിയും അത് കഴിഞ്ഞ് വരുന്ന ആരാണ്? ആസ്ട്രലോപിഥിക്കസ് കഴിഞ്ഞ് ഹോമോ ഹാബിലിസ് ആണ്, ഹോമോ ഹാബിലിസ്. അത് കഴിഞ്ഞ് വരുന്ന ഹോമോ ഇറക്ടസ്, ഹോമോ ഇറക്ടസ് കഴിഞ്ഞ് വരുന്ന നിയാൻഡർതാൽ മാൻ ആണ്, നിയാൻഡർതാൽ മാൻ. പിന്നെ വരുന്നതാണ് മോഡേൺ മാൻ, ഹോമോ സാപ്പിയൻസ്. കൃത്യമായിട്ട് ഓർത്ത് വെക്കണം, ഈ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കണം. ആദ്യം വരുന്ന ഏതാ? ഡ്രയോപിഥിക്കസ്. സെക്കൻഡ് വരുന്ന രാമാപിഥിക്കസ്. മൂന്നാമത് വരുന്ന ആരാ? ആസ്ട്രലോപിഥിക്കസ് അല്ലെ? പിന്നെ ആരാ? ഹോമോ ഹബിലിസ്, പിന്നെ ഹോമോ ഇറക്ടസ്, നിയാൻഡർതാൽ മാൻ, ദെൻ ഹോമോ സാപ്പിയൻസ്. കൃത്യമായിട്ട് ഓർഡർ കീപ്പ് ചെയ്ത് പഠിച്ചു വെക്കണം. സ്പെല്ലിങ്ങുകളൊക്കെ പഠിച്ചു വെക്കണം. ഇങ്ങനെ ABCD ഒക്കെ ഇട്ട് ചോദിക്കും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ അപ്പൊ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ. ആൻസർ കിട്ടിയല്ലോ? യെസ്. നമുക്ക് നോക്കാം. ഇതുപോലെ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നോക്കിയേ ക്വസ്റ്റ്യൻ കണ്ടോ? കംപ്ലീറ്റ് ദ ഫോളോയിങ് ഫ്ലോ ചാർട്ട് വിച്ച് ഷോസ് ദ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് മാൻ. ഇവിടെ ABCD ചോദിച്ചേക്കുക. എന്താ? ഡ്രയോ കഴിഞ്ഞാൽ രാമാപിഥിക്കസാ, അവിടെ അസലോ കഴിഞ്ഞാൽ പിന്നെ ഏതാ? ഹോമോ ഹബിലിസ് ആണ് അല്ലെ? പിന്നെ ഹോമോ ഇറക്ടസ് ആണ്, പിന്നെ നിയാൻഡർതാൽ, ലാസ്റ്റ് ഡി എന്ന് വരുന്നത് ഹോമോ സാപ്പിയൻസ്. അതറിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ആൻസർ ചെയ്ത് പോവാം അല്ലെ? യെസ്. നോക്കിയേ
ഇവിടെ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. രാമാപതിക്കസ്, ആസ്ട്രലോപിത്തിക്കൈൻസ്, പിന്നെ വരുന്നത് ഹോമോ ഹബിലിസ്, ഹോമോ ഇറക്ടസ്, നിയാണ്ടർതാൽ മാൻ. ഓക്കെ, കൃത്യമായിട്ട് കണ്ടോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹ്യൂമൻ ആൻസിസ്റ്റർ ഈസ് മോർ ഏപ്പ് ലൈക്ക്? അവിടെയൊക്കെ ഓർഡർ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ഏപ്പ് ലൈക്ക് ഏതാണ്? ആദ്യത്തെ ആളാണ് കേട്ടോ. ഏപ്പ് ലൈക്ക് എന്ന് പറയുന്ന ആരാണ്? ഡ്രയോപതിക്കസ് ആണ്. ഡ്രയോപതിക്കസ് ആണ് ഏപ്പ് ലൈക്ക്. മാൻ ലൈക്ക് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് രാമാപതിക്കസ് ആണ്. മാൻ ലൈക്ക് രാമാപതിക്കസ് ആണ്. ഓർത്ത് വെക്കുക കേട്ടോ. യെസ്. ഇനിയും അറേഞ്ച് ദ ഫോളോയിങ് ഇൻ അസെൻഡിങ് ഓർഡർ ഓഫ് ഇവല്യൂഷൻ. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്സിൽ പഠിക്കുന്ന ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പറിലേക്ക് പോവുക, അതല്ലേ അസെൻഡിങ് ഓർഡർ ആണോ? അല്ലേ? അതെ, മാത്സിലെ പോലെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അസെൻഡിങ് എന്ന ഓർഡറിൽ എഴുതാൻ പറഞ്ഞാൽ ആദ്യത്തേയിൽ നിന്ന് അവസാനത്തേലോട്ട്, ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞാൽ അവസാനത്തേയിൽ നിന്ന് ആദ്യത്തേലോട്ട്. ക്ലിയർ ആണല്ലോ? തെറ്റിക്കത്തില്ലല്ലോ? ഇവിടെ അസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ഏത് ഓർഡറിൽ എഴുതും? നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന ഓർഡറിൽ. നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന ഡ്രയോപതിക്കസ്, രാമാപതിക്കസ്, ആസ്ട്രലോപിത്തിക്കസ് അല്ലേ? അങ്ങനെയല്ലേ? അവസാനം ഹോമോ സാപ്പിയൻസ്. അതാണ് അസെൻഡിങ് ഓർഡർ. ഇനിയും തിരിച്ചാണെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ. തിരിച്ചെന്ന് പറയുമ്പോൾ എവിടെ തുടങ്ങണം? ഹോമോ സാപ്പിയൻസ്, നിയാണ്ടർതാൽ മാൻ, ഹോമോ ഇറക്ടസ്, ഹോമോ ഹബിലിസ്, അങ്ങനെ പുറകോട്ട്. അത് ഡിസെൻഡിങ് ഓർഡർ. അപ്പൊ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും വരാം. ഇപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്, ഇവിടെ അസെൻഡിങ് ഓർഡർ എഴുതുമ്പോൾ ഏതാദ്യം വരുന്നത്? ഡ്രയോപതിക്കസ് ഇല്ല, പിന്നെ വരുന്ന രാമാപതിക്കസ് ആണ്. രാമാപതിക്കസ് കഴിഞ്ഞ് ആസ്ട്രലോപിത്തിക്കൈൻസ് ഉണ്ട്. പിന്നെ മൂന്നാമത് വരുന്ന ആരാ? ഹോമോ ഹബിലിസ് ഉണ്ട്, ഹോമോ ഇറക്ടസ് ഉണ്ട്, നിയാണ്ടർതാൽ ഉണ്ട്, ലാസ്റ്റ് വൺ ഹോമോ സാപ്പിയൻസ്. ഈ ഒരു ഓർഡറിൽ എഴുതുക കേട്ടോ, അസെൻഡിങ് ഓർഡർ. യെസ്. അപ്പൊ അത്രയാണ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്തു. എവല്യൂഷൻ. എവല്യൂഷന്റെ വെയിറ്റ്, സ്കോർ വെയിറ്റ് നിങ്ങൾ കണ്ടു, 4 ആണ്. ഈ ഏരിയാസ് ഒരു കാരണവശാലും ഒഴിവാക്കരുത്. ഏതാണ്? നമ്മളിപ്പോ കണ്ട 2 ഏരിയാസ്, ഹോമോലോഗസ് അതുപോലെ തന്നെ അനലോഗസ് ഓർഗൻസ്, അവിടെ വന്നേക്കുന്ന ഡൈവേർജന്റും കൺവേർജന്റ് എവല്യൂഷൻ എക്സാമ്പിൾസ്, അതുപോലെ പിന്നെ വരുന്ന ഹ്യൂമൻ എവല്യൂഷണറിയിലുള്ള എന്താണ് ആ ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. അതുപോലെ തന്നെ എവല്യൂഷൻ പോലെ തന്നെ അത്രത്തോളം വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ്. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കോമൺ ഡിസീസുകൾ പഠിക്കുന്നുണ്ട്, എയ്ഡ്സ് പഠിക്കുന്നു, ക്യാൻസർ പഠിക്കുന്നു, ഇമ്മ്യൂണിറ്റീസ് അല്ലെ, പല ടൈപ്പ് ഇമ്മ്യൂണിറ്റീസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് സ്ഥിരമായിട്ട് റെഡ് സോണിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതെന്താ സംഭവം? സ്ട്രക്ചർ ഓഫ് ആൻ ആന്റിബോഡി. ആന്റിബോഡി മോളിക്യൂളിന്റെ സ്ട്രക്ചർ ആണ്. എന്താ ഈ ആന്റിബോഡീസ്? നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു പതോജൻ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ബോഡി ആദ്യം ഒരു പ്രൈമറി റെസ്പോൺസ് കാണിക്കും അല്ലെ? പ്രൈമറി റെസ്പോൺസ് കാണിക്കും. ബോഡി അതിനെതിരായിട്ട് അവർക്ക് എതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലിംഫോസൈറ്റുകൾ, 2 ടൈപ്പ് ലിംഫോസൈറ്റ് ഉണ്ട്. അതിൽ ബി ലിംഫോസൈറ്റ്സും ഉണ്ട്, ടി ലിംഫോസൈറ്റും ഉണ്ട്. ഇതിൽ ബി ലിംഫോസൈറ്റ്സിന് ഒരു സർട്ടൺ ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എന്തിനു വേണ്ടി? ഈ പതോജനെ പോയി അറ്റാക്ക് ചെയ്യാൻ. ഈ പതോജനെ പോയി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബി ലിംഫോസൈറ്റ്സ് ഉണ്ടാക്കുന്ന പ്രോട്ടീൻസിനെ നമ്മൾ പറയും ആന്റിബോഡീസ്. ആ പ്രോട്ടീൻസ് ആണിത് ആന്റിബോഡീസ്, നമ്മുടെ ആന്റിബോഡീസ്. ഓക്കെ, ഈ ആന്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യാണ്. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡീസിന്റെ സ്ട്രക്ചർ, ആ ഒരു ആന്റിബോഡി മോളിക്യൂളിന്റെ സ്ട്രക്ചറാണ് ഇത് നമ്മുടെ ടെക്സ്റ്റിലുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിൽ നിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെക്കണ്ടേ, പഠിച്ചു വെക്കണ്ടേ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. റെഡ് സോണിലുള്ള ഏരിയ ആണ്. ഈ ചാപ്റ്ററിലെ റെഡ് സോണിലുള്ള ഏരിയ ആണ് ആന്റിബോഡി. ഓക്കെ, ആന്റിബോഡി മോളിക്യൂൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ അവിടെ കാണാം? അവിടെ ഒരു ലൈറ്റ് ചെയിൻ ഉണ്ട്, ഹെവി ചെയിൻ ഉണ്ട്. ഒരു സൈഡിൽ ഒരു ലൈറ്റ്, അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ. അങ്ങനെ H2L2 എന്ന് ഓർക്കുക, H2L2. 2 ഹെവി ചെയിൻസും 2 ലൈറ്റ് ചെയിൻസും നിങ്ങൾക്ക് കാണാം. ഹെവി ചെയിൻ കണ്ടോ? നീളം കൂടുതലുള്ള ഹെവി ചെയിനും ഉണ്ട്, കണ്ടോ? ഹെവി ചെയിൻ ഉണ്ട്, ലൈറ്റ് ചെയിൻ ഉണ്ട്. ഓക്കെ, ഈ ഹെവി ചെയിനെയും ലൈറ്റ് ചെയിനെയും അറ്റാച്ച് ചെയ്ത് നിർത്തിയേക്കുന്ന ഡൈസൾഫൈഡ് ബോണ്ടുകളാണ് കേട്ടോ. ഡൈസൾഫൈഡ് ബോണ്ടുകളാണ്. ഓക്കെ, ഹെവി ചെയിനും ലൈറ്റ് ചെയിനും അറ്റാച്ച് ചെയ്ത് നിർത്തിയേക്കുന്ന ഡൈസൾഫൈഡ് ബോണ്ട്സ്. ഇനി അവിടെ നോക്കുമ്പം ഈ ആന്റിബോഡിയിൽ നിങ്ങൾക്ക് ചില സൈറ്റുകൾ കാണാം, ബൈൻഡിങ് സൈറ്റുകൾ കാണാം. ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് 2 ഈ ഒരു സ്ട്രക്ചറിന്റെ 2 എൻഡിലും നിങ്ങൾക്ക് കാണാം ആന്റിജൻ ബൈൻഡിങ് സൈറ്റുകൾ കാണാം. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കി വെക്കുക. ആന്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന നോർമലി ആരാണ്? ബി ലിംഫോസൈറ്റ്സ് ആണ്. ടി ലിംഫോസൈറ്റ്സ് ഇങ്ങനെ ബി ലിംഫോസൈറ്റിനെ ഇങ്ങനെ ആന്റിബോഡീസ് ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തന്നെത്താൻ ടി ലിംഫോസൈറ്റിന് ആന്റിബോഡീസിനെ ഉണ്ടാക്കാൻ പറ്റില്ല. അത്തരം കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഓക്കെ, നോക്കിയേ, ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നുണ്ടോ? ആൻഡ് വിത്ത് മോളിക്കുലർ സ്ട്രക്ചർ ഗിവൺ ഇൻ ദ ഫിഗർ. ഏതാ മോളിക്കുലർ സ്ട്രക്ചർ?
സ്ട്രക്ചർ ഏതാ? ആന്റിബോഡി മോളിക്യൂൾ ആണ് അല്ലേ? യെസ്. മെൻഷൻ 2 types of acquired immune responses in human beings. അക്വയർഡ് ഇമ്മ്യൂൺ റെസ്പോൺസസിനകത്ത് അല്ലെങ്കിൽ ഇമ്മ്യൂൺ റെസ്പോൺസസിനകത്താണ് നമ്മൾ ആന്റിബോഡി പഠിക്കുക. നോർമലി റെസ്പോൺസസ്, അക്വയർഡ് ഇമ്മ്യൂൺ റെസ്പോൺസസ് 2 ടൈപ്പ് ആണുള്ളത്. ഒന്ന് ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസസ്. ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസസ് എന്ന് പറഞ്ഞാൽ ഈ ആന്റിബോഡീസിനെയൊക്കെ ബ്ലഡിലേക്കാണ് റിലീസ് ചെയ്യുക. ഓക്കെ, അത്തരം റെസ്പോൺസുകളെ നമ്മൾ ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയും. ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ്. അല്ലാതെ തന്നെ മറ്റൊരു ടൈപ്പ് ഓഫ് റെസ്പോൺസ് ആണ് സെൽ മീഡിയേറ്റഡ് റെസ്പോൺസ്. സെൽ മീഡിയേറ്റഡ് റെസ്പോൺസ്. ഓക്കെ, അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അവിടെ ലിംഫോസൈറ്റ് ആണ് നമ്മളെ റെസ്പോൺസിന് വേണ്ടി ആക്ട് ചെയ്യുന്നത്, ഇമ്മ്യൂൺ റെസ്പോൺസിന് വേണ്ടി ആക്ട് ചെയ്യുക. കൃത്യമായിട്ട് ഓർത്ത് വെക്കേണ്ട ഏരിയാസ് ആണ്. ഓക്കെ, സ്ട്രക്ചർ മനസ്സിലാക്കുക. ഓക്കെ, ഇനിയും ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദ പാർട്ട് എക്സ് ആൻഡ് വൈ. ഇവിടെ എക്സും വൈയും എന്താണ്? ഇത് നമുക്ക് കാണുമ്പോഴേ അറിയാം. എക്സ് എന്താ? ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് ആണ്. വൈ എന്ന് പറയുന്നത് ഏതാ? ഹെവി ചെയിൻ ആണ്. ഹെവി ചെയിൻ അല്ലെ? ഇനിയും നെയിം എനി 2 type of this molecule. 2 type of this molecule. അതെന്നാ ക്വസ്റ്റ്യൻ? നെയിം എനി 2 type of this molecules. ആന്റിബോഡി മോളിക്യൂൾസ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? ആന്റിബോഡിയെ നമ്മൾ അതിന് കെമിക്കലി പറയുന്നത് ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ് ആണ് അല്ലെ? ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ്. പല ടൈപ്പ് ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ് ഉണ്ട്. അപ്പൊ ടൈപ്പ് നമുക്ക് നോക്കുമ്പോൾ IgG ഉണ്ട്, IgA ഉണ്ട്, IgE ഉണ്ട്. ഓക്കെ, അങ്ങനെ പല ടൈപ്പ് ആന്റിബോഡീസ് ഉണ്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, പഠിച്ചു വെക്കുക. ടൈപ്സ് ഓഫ്. അതിലെ കൊളസ്ട്രത്തിലുള്ള ഏതാ? IgA ആണ് കേട്ടോ. കൊളസ്ട്രത്തിലുള്ളത് IgA എന്ന് പറഞ്ഞ ആന്റിബോഡിയാണ്. ഓക്കെ, ഇനിയും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് അല്ലേ? അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വീണ്ടും സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന മറ്റൊരു ഏരിയ ആണ് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ്. ഓക്കെ, നമ്മൾ ഡിസീസുകൾ കാണുന്നു, എയ്ഡ്സ്, ക്യാൻസർ ഒക്കെ ഉണ്ട്. എയ്ഡ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻ കാണുന്ന ഒരു ഏരിയ ആണ് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ്. ഈ ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസിൽ ഒരു കാരണവശാലും നമ്മൾ തെറ്റിച്ചേക്കരുത്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഹെൽപ്ഫുൾ ഇൻ ദ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഡ്രഗ്സ് ആൽക്കഹോൾ അബ്യൂസ് എമംഗ് അഡോളസൻസ്. ക്വസ്റ്റ്യൻ ഇതാണ്, കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. പ്രിവെന്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ മെഷേഴ്സ് ഹെൽപ്ഫുൾ ഫോർ ദ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ്. അതിൽ നമുക്ക് 5 പോയിന്റ് ആണ് പഠിക്കാനുള്ളത്. അതിൽ നമുക്ക് അവോയ്ഡ് അൺഡ്യൂ പിയർ പ്രഷർ പഠിച്ചു വെക്കാമല്ലോ. ഓക്കെ, അവോയ്ഡ് അൺഡ്യൂ പിയർ പ്രഷർ. എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗിലൂടെ നമുക്ക് ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാം, കൺട്രോൾ ചെയ്യാം. സീക്കിംഗ് ഹെൽപ്പ് ഫ്രം പേരൻസ് ആൻഡ് പിയേഴ്സ്. ലുക്കിംഗ് ഫോർ ഡേഞ്ചർ സൈൻസ്. ലാസ്റ്റ് പോയിന്റ് ഉണ്ട് സീക്കിംഗ് പ്രൊഫഷണൽ ഓർ മെഡിക്കൽ ഹെൽപ്പ്. പ്രൊഫഷണൽ ആയിട്ടുള്ള ഹെൽപ്പ് എടുക്കുകയോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റുകളുടെ ഹെൽപ്പ് എടുക്കുകയോ അങ്ങനെയൊക്കെ എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു 5 പോയിന്റ് കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ഇത് പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് ഫോർ കൺട്രോളിങ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ആൽക്കഹോൾ അബ്യൂസ്. ക്ലിയർ അല്ലേ? ഇതേ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻസർ മാറുന്നില്ല അല്ലേ? സെയിം ക്വസ്റ്റ്യനാ, ആൻസർക്ക് സെയിം അല്ലേ? യെസ്, പഠിച്ചു വെച്ചേക്കുക. യെസ്, ഇനി മറ്റൊരു ഏരിയ ആണ്, അതേ ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് എനി 4 ill effects of alcohol or drug abuse. ഡ്രഗ് ഓർ ആൽക്കഹോൾ അബ്യൂസ് ഒരു ഇയറിൽ വന്ന ക്വസ്റ്റ്യൻ. അതെ, മറ്റൊരു ഇയറിൽ അതേപോലത്തെ തന്നെ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. ഡ്രഗ് ഓർ ആൽക്കഹോൾ അബ്യൂസ് results in immediate and far-reaching effects. Write some effects you have studied. Effects of drug abuse. Effects. കുറേ ഇഫക്റ്റുകളുണ്ട്. നമുക്ക് കുറേ പഠിക്കാനായിട്ടുണ്ട്. ഇതിൽ ഇഷ്ടമുള്ള കുറച്ച് ഇഫക്റ്റുകൾ മാർക്ക് നോക്കി നിങ്ങൾ ആൻസർ ചെയ്യാം. പറ്റത്തില്ലേ? പഠിച്ചു വെച്ചേക്കണം. ഇമ്പോർട്ടന്റ് ഏരിയ ഒരു കാരണവശാലും മിസ്സാക്കിയേക്കരുത് കേട്ടോ. റെക്ലെസ് ബിഹേവിയർ, വാണ്ടലിസം, വയലൻസ്, കോമ ഓർ ഡെത്ത് ഡ്യൂ ടു റെസ്പിറേറ്ററി ഫെയിലിയർ, ഹാർട്ട് ഫെയിലിയർ, ഇതൊക്കെ നമുക്ക് എഴുതാം. സെറിബ്രൽ ഹെമറേജ്, സ്ട്രോക്ക് വരിക. അതുപോലെ തന്നെ ഡ്രഗ്സ് മിക്സർ വിത്ത് ആൽക്കഹോൾ മേ കോസ് ഡെത്ത്. പിന്നെ നമുക്ക് പല സൈഡ് എഫക്റ്റുകളുണ്ട്. ഈ സ്റ്റിറോയിഡ് ആയിട്ടുള്ള ഡ്രഗുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഹെൽത്തിനെ ബാധിക്കും. അതുപോലെ തന്നെ പല ഇഷ്ടംപോലെ സൈഡ് എഫക്ട്സുകളുണ്ട്. അപ്പം ഇഷ്ടംപോലെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. കുറച്ച് പോയിന്റുകൾ പഠിച്ചു വെക്കുക, മാർക്കിനനുസരിച്ച് ആൻസർ ചെയ്യാം. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് ഇത്. നിങ്ങളിപ്പോൾ കണ്ട ഈ 2 ഏരിയാസ്. ഒന്ന് ആൻറ്റിബോഡിയുടെ സ്ട്രക്ചർ, പിന്നെ നമ്മളിപ്പോൾ കണ്ടത് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് അബ്യൂസിലെ പ്രിവെൻറ്റീവ് മെഷേഴ്സും അതുപോലെ തന്നെ ഇഫക്ട്സ്. ഓക്കെ, അടുത്ത നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പം എക്കോളജിയിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ബയോളജിയിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റിയുടെ സ്കോർ വെയിറ്റും നിങ്ങൾ കണ്ടു. എത്രയാ? 3 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ
ഈ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ ബയോഡൈവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നുണ്ട് അല്ലേ. അതിൽ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ നമ്മൾ കാണുകയാണ് കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസസ്. കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസസ്. ഈ ബയോഡൈവേഴ്സിറ്റി ലോസുകളിന് പ്രധാനമായ കോസസ് 4 എണ്ണമാണ്. അതിനെ നമ്മൾ നോർമലി അതിനെ വിളിക്കുന്ന ഈവിൽ ക്വാഡ്രന്റ് എന്നൊക്കെയാണ്. ഓക്കെ, ഈവിൽ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ, ഓർത്ത് വെച്ചേക്കുക. കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസസ് ഓർ ഈവിൽ ക്വാഡ്രന്റ് എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ്. 4 ഈവിൽ ക്വാഡ്രന്റ്. ഓക്കെ, എന്താണ് ഈ ക്വാഡ്രന്റ് അല്ലെ ഈവിൾ ക്വാഡ്രന്റ്സ്? ഏതൊക്കെയാണ് ബയോഡൈവേഴ്സിറ്റിയെ ബാധിക്കുന്ന, അഫക്റ്റ് ചെയ്യുന്ന, ബയോഡൈവേഴ്സിറ്റി ലോസിന് കാരണമാകുന്ന കോസസ്? വളരെ പ്രധാനപ്പെട്ട ഫസ്റ്റ് ഫാക്ടർ ഓർത്ത് വെക്കുക, ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ അല്ലെ. ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട കോസാണ് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. പിന്നെ വരുന്ന ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. പിന്നെ ഉള്ളത് ഏതാണ്? ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. ലാസ്റ്റ് പോയിന്റ് ആണ് കോ എക്സ്റ്റിങ്ഷൻ. കോ എക്സ്റ്റിങ്ഷൻ ഓർത്ത് വെക്കണം. പിന്നെ എക്സാമ്പിളുകളൊക്കെ ഉണ്ട്, പഠിച്ചു വെക്കണം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. യെസ്, നോക്കുക. അത് കഴിഞ്ഞ് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, അവിടെ കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് കണ്ടു. അതുപോലെ തന്നെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന് 2 മെത്തേഡ്സ് ആണ് പ്രധാനമായിട്ടുള്ളത്, ഇൻസിറ്റീവ് കൺസർവേഷനും എക്സിറ്റീവ് കൺസർവേഷൻ അല്ലെ. എന്താ ഇൻസിറ്റീവ് കൺസർവേഷൻ? ഒരു ഓർഗാനിസം എവിടെയാണോ ആയിരിക്കുന്ന അതേ ഹാബിറ്റാറ്റിൽ തന്നെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്ന ആ ഒരു ടൈപ്പ് ഓഫ് കൺസർവേഷൻ നമ്മൾ പറയും ഇൻസിറ്റീവ് കൺസർവേഷൻ അല്ലെ. അതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഇൻ ദ നാച്ചുറൽ ഹാബിറ്റാറ്റ് ത്രൂ പ്രൊട്ടക്ഷൻ ഓഫ് എക്കോസിസ്റ്റം ഈസ് കോൾഡ് ഇൻസിറ്റീവ് കൺസർവേഷൻ. അവിടെ നിങ്ങൾ അതിന്റെ എക്സാമ്പിളുകൾ ഓർത്ത് വെക്കുക. ബയോസ്ഫിയർ റിസർവ്സ് ഉണ്ട്, നാഷണൽ പാർക്സ് ഉണ്ട്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ട് അല്ലേ, സേക്രഡ് ഗ്രൂവ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇനിയുള്ളത് സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് എക്സിറ്റീവ് കൺസർവേഷൻ മെത്തേഡ്സ് ആണ്. എക്സിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസത്തെ അതായിരിക്കുന്ന ആ ഹാബിറ്റാറ്റിൽ നിന്ന് നമ്മൾ അതിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് നമ്മൾ സെറ്റ് ചെയ്ത ഒരു ഹാബിറ്റാറ്റിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു ഹാബിറ്റാറ്റിൽ കൊണ്ട് അതിന് സ്പെഷ്യൽ കെയർ ഒക്കെ കൊടുത്ത് അതിനെ സംരക്ഷിക്കുക, പ്രൊട്ടക്ട് ചെയ്യുന്നതാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് കൺസർവേഷൻ നമ്മൾ പറയും എക്സിറ്റീവ് കൺസർവേഷൻ. ക്ലിയർ ആണോ? എക്സിറ്റീവ് കൺസർവേഷൻ പഠിച്ചു വെക്കണം. Threatened animals or plants are taken out from their natural habitat and placed in special setting where they can be protected and given special care. അതിന് വേണ്ടിയിട്ട് മാറ്റുന്നു. എക്സാമ്പിളുകൾ ഓർക്കുക. എക്സിറ്റീവ് കൺസർവേഷൻ, ബൊട്ടാനിക്കൽ ഗാർഡൻസ്, സുവോളജിക്കൽ പാർക്സ്, ടിഷ്യൂ കൾച്ചർ, ക്രയോ പ്രിസർവേഷൻ, സീഡ് ബാങ്ക്. ഇതൊക്കെ നമുക്ക് പറയാം. മോഡേൺ ടെക്നിക്സ് പലതുണ്ട്. ടിഷ്യൂ കൾച്ചർ ഒക്കെ അതിനകത്ത് വരുന്നതാണ് കേട്ടോ. ക്രയോ പ്രിസർവേഷൻ ഒക്കെ അതിനകത്ത് വരുന്നതാണ്. ഓക്കെ, ഇത് പഠിച്ചു വെക്കേണ്ട ഏരിയ പറയാൻ കാരണമുണ്ട്. നമുക്ക് നോക്കാം എന്താ കാരണമെന്ന്. യെസ്, നോക്കിയേ, ക്വസ്റ്റ്യൻ കണ്ടോ? ബോർഡ് എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാ. ഇത്തിരി കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ആർ ദ 4 മേജർ കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ഈവിൾ ക്വാഡ്രന്റ് അല്ലേ, 4 എണ്ണം. ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, കോ എക്സ്റ്റിങ്ഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ അല്ലേ, 4 എണ്ണം ആയില്ലേ? അവിടെ മാർക്ക് വീണു. നെയിം 2 ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ മെത്തേഡ്സ് 2 മെത്തേഡാണ് ഉള്ളത്, ഇൻസിറ്റീവും എക്സിറ്റീവും. What is so special about tropics that might account for their greater biological diversity? ഈ ഒരു ഏരിയ, ഈ ഇപ്പം നമ്മൾ പറഞ്ഞ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, അതുപോലെ തന്നെ കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയ ആണ് ഇത്. അതായത് ലാറ്റിറ്റ്യൂഡൽ ഗ്രേഡിയൻസിൽ നമ്മൾ ബയോഡൈവേഴ്സിറ്റിയിൽ വേരിയേഷൻ കാണുന്നുണ്ട് അല്ലെ. ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി കൂടുതൽ കാണുന്ന എവിടെയാ? ട്രോപ്പിക്സിലാണോ, ടെമ്പറേറ്റ് റീജിയനാണോ, പോളാർ റീജിയനിലാണോ? എവിടെയാ? പഠിച്ചതാണ് അല്ലെ, നമ്മൾ പഠിക്കുന്നതാണ്. എവിടെയാ കൂടുതൽ? ട്രോപ്പിക്കൽ റീജിയനിലാണ്. അതിന്റെ റീസൺ ചോദിക്കാറുണ്ട് കേട്ടോ. റീസൺ ഒരു കാരണവശാലും മറന്നു പോയേക്കരുത്. 3 പോയിന്റുകൾ ഓർത്ത് വെക്കണം. 3 പോയിന്റ് ഓർത്താൽ മതി. എന്തുകൊണ്ടാ ടെമ്പറേറ്റ് റീജിയനും നമ്മൾ ട്രോപ്പിക്സിൽ നിന്ന് ഇക്വേറ്ററിൽ നിന്ന് മൂവ് ചെയ്ത് ടെമ്പറേറ്റിലോട്ട് പിന്നെ പോളാറിലേക്ക് പോകുമ്പോൾ ബയോഡൈവേഴ്സിറ്റി കുറഞ്ഞു വരുന്നേ? എന്തുകൊണ്ടാ ട്രോപ്പിക്കൽ റീജിയനിൽ ബയോഡൈവേഴ്സിറ്റി കൂടി നിൽക്കുന്നേ? ഇതിനൊക്കെ 3 റീസൺ ആണുള്ളത്. ഒന്ന്, ട്രോപ്പിക്കൽ റീജിയൻ ടെമ്പറേറ്റ് റീജിയനും പോളാർ റീജിയനുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അവിടെ വർഷങ്ങളായിട്ട്, മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിട്ട് പ്രത്യേകിച്ച് വലിയ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ദേ ആർ റിമെയിൻഡ് അൺഡിസ്റ്റർബ്ഡ് ഫോർ മില്യൺസ് ഓഫ് ഇയേഴ്സ്. അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് തുടരുകയാണ് ട്രോപ്പിക്കൽ റീജിയൻ. ഓക്കെ, ഇനി സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത്
ഈ ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറയുന്നത് ലെസ് സീസണിലാണ്. നമുക്ക് ടെമ്പററി റീജിയൻ കാണുന്ന പോലത്തെ വിന്റർ സീസണും സമ്മർ സീസണും ഒന്നും പ്രോംപ്റ്റ് ആയിട്ട് ഇവിടെ കാണാൻ പറ്റില്ല. നമ്മുടെ ട്രോപ്പിക്കൽ റീജിയനിൽ കാണാൻ പറ്റത്തില്ല. അതാണ് ലെസ് സീസണൽ ആൻഡ് എൻവയോൺമെന്റ് ഈസ് മോർ കോൺസ്റ്റന്റ് ആൻഡ് പ്രൊഡിക്റ്റബിൾ. സീസൺസ് ബാക്കി എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ കോൺസ്റ്റന്റ് ആണ്, കുറേയൊക്കെ പ്രൊഡിക്റ്റബിൾ ആണ്. ഓക്കെ, അതൊരു സെക്കൻഡ് റീസൺ. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് മോർ സൺലൈറ്റ്. സോളാർ എനർജി കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് ട്രോപ്പിക്കൽ റീജിയനിലാണ്. അതുകൊണ്ട് ബയോഡൈവേഴ്സിറ്റി കൂടി നിൽക്കുന്നു. അപ്പോൾ ട്രോപ്പിക്കൽ റീജിയനിലെ ഹൈ ബയോഡൈവേഴ്സിറ്റിയുടെ 3 റീസൺസ് ഓർത്ത് വെക്കുക. എന്തൊക്കെയാണ്? ലെസ് സീസണിലാണ്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? they remain undisturbed for millions of years. And last point എന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് മോർ സൺലൈറ്റ്. ഓക്കെ, ഓർത്ത് വെക്കുക. അത്ര ഏരിയാസ് ഒക്കെയാണ്. വീണ്ടും ക്വസ്റ്റ്യൻ നോക്കാം. ഈവിൾ ക്വാഡ്രന്റ് ഇൻ ദ sobriquet used to describe biodiversity loss. If so, list out the 4 major causes of biodiversity loss. വീണ്ടും ചോദിച്ചിരിക്കുകയാണ് കോസസ്. നമുക്കറിയാം, മെൻഷൻ ദ 2 types of biodiversity conservation. അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. യെസ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇൻ സിറ്റു ആൻഡ് എക്സ് സിറ്റു അപ്രോച്ചസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ വിത്ത് 2 examples ഈച്ച്. ഒറ്റ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താ എക്സ് സിറ്റു കൺസർവേഷൻ, എന്താ ഇൻ സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നു. അതിനുശേഷം നമ്മൾ 2 എക്സാമ്പിൾ ചെയ്യുന്നു. നമുക്കറിയാം, ഇൻ സിറ്റു എന്ന് പറഞ്ഞാൽ അതേ ഹാബിറ്റാറ്റിൽ നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. എക്സ് സിറ്റു എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് പുറത്തെടുത്തിട്ട് മറ്റൊരു ഹാബിറ്റാറ്റിൽ കൊണ്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. എക്സാമ്പിൾ നമുക്കറിയാം, ഇൻ സിറ്റുവിന് എക്സാമ്പിൾ ആണ് സേക്രഡ് ഗ്രൂവ്സും ബയോസ്ഫിയർ റിസോഴ്സും നാഷണൽ പാർക്കും ഒക്കെ. എക്സ് സിറ്റുവിന് എക്സാമ്പിൾ ആണ് ഏതാ? സുവോളജിക്കൽ പാർക്കും ബൊട്ടാണിക്കൽ ഗാർഡൻസും ഒക്കെ. പഠിച്ചു വെക്കുക, ഓർത്തു വെക്കുക. യെസ്, റൈറ്റ് 4 മേജർ കോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്. വീണ്ടും അതേ ക്വസ്റ്റ്യൻ നമുക്ക് റിപ്പീറ്റ് ചെയ്തായിട്ട് കാണാം. നമുക്കറിയാം, ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. പിന്നെ ഏതാ? alien species invasion, over exploitation, co-extinction. Okay, give one example for in situ conservation and ex situ conservation. ഇപ്പോൾ നമ്മൾ പറഞ്ഞു എക്സാമ്പിൾസ് നമുക്കറിയാം. which among the following belongs to ex situ conservation? തന്നിരിക്കുന്നതിൽ ഏതാണ്? ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ex situ conservation മെത്തേഡ്? വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണോ? അല്ല, അത് ഇൻ സിറ്റു ആണോ? ബയോസ്ഫിയർ റിസോഴ്സോ? ബയോസ്ഫിയർ റിസോഴ്സും ഇൻ സിറ്റു ആണ്. സുവോളജിക്കൽ പാർക്ക് എക്സ് സിറ്റു ആണ് അല്ലെ, എക്സ് സിറ്റു കൺസർവേഷൻ ആണ്. അതായത് നാഷണൽ പാർക്കും ഇൻ സിറ്റു ആണ്, സേക്രഡ് ഗ്രൂപ്പും ഇൻ സിറ്റു ആണ്. അപ്പൊ ആൻസർ വരിക സുവോളജിക്കൽ പാർക്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് നമ്മുടെ സുവോളജിയിലെ ഇത്രയും ഈ 5 ചാപ്റ്ററുകളിൽ നിന്ന് മെയിൻ ആയിട്ട് ഒരു കാരണവശാലും മറന്നു പോകാതെ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ബോർഡ് എക്സാമിന് വേണ്ടിയുള്ള റിവിഷൻ ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു കാരണവശാലും ഈ പോയിന്റുകൾ ഒഴിവാക്കാൻ പാടില്ല. സ്മാർട്ടായിട്ട് പഠിക്കുക, സ്മാർട്ടായിട്ട് റിവൈസ് ചെയ്യുക, റാക്ക് അപ്പ് യുവർ പോയിന്റ്സ്, നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബോർഡ് എക്സാമിന് എല്ലാവിധ ആശംസകളും. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.